ജേർണലിസം ഞാൻ പഠിച്ചിട്ടില്ല. ഞാനൊരു ഹാപ്പൻ ടു ബി ജേർണലിസ്റ്റാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആലോചിച്ചിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആകുന്നു. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനലിലെ ന്യൂസിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. ഒരു ചെറിയ വാടക വീട്ടിലാണ്. മലയാളത്തിലെ ഈ ടെലിവിഷൻ ചാനലിലെ ആദ്യത്തെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് KSRTC ബസ്സാണ്. എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു വലിയ സംഭവമാണ് ഈ കാൻഡഹാറിലേക്കുള്ള പ്ലെയിൻ ഹൈജാക്ക്. നിധാരി കൂട്ടക്കൊല എന്ന് അത് റിപ്പോർട്ട് ചെയ്തത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമാണ്. 10-20 പിഞ്ച് കുഞ്ഞുങ്ങളാണ് സെക്ഷുവലി അബ്യൂസ്ഡായി മർഡേർഡ്. ഞാൻ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. നരേന്ദ്രമോദി ഒന്നും അല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അഭി മേര അംഗ്രേസി കൈസേ ഹേ, ഇപ്പം എൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അതാണ് മോഡി ഇത്ര മീഡിയ ഫ്രണ്ട്ലിയായിരുന്നു നിങ്ങൾക്കറിയാവോ. എനി ടൈം യു ക്യാൻ അപ്രോച്ച്. 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് ഒരു മാധ്യമ പരിലാളനയും കിട്ടാതെയാണ് കേട്ടോ. ഏറ്റവും ഖേദകരമായ കാര്യം, നമ്മളൊക്കെ ഈ കരിയർ അവസാനിപ്പിക്കുമ്പോൾ മാപ്ര എന്ന ഒരു വിളിയിലേക്ക് ഈ ഒരു മേഖലയെ എത്തിച്ചു എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്ന ഒന്നിനും ഇടതുപക്ഷം കൂട്ടു നിൽക്കരുത്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കോൺഗ്രസും കൂട്ടത്തിൽ നിൽക്കരുത്. എന്നാൽ അവരാണ് ഇത് പയനിയർ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ച, ഞാനൊരു മരണം തെറ്റായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണത്തിൽ ബ്രേക്കിംഗ് ന്യൂസ് ഇല്ല ബാബു, മരണത്തിലൊന്നും ബ്രേക്കിംഗ് ന്യൂസ് ഇല്ല. മരണം സ്ഥിരീകരിക്കണം. ദൃശ്യമാധ്യമ ലോകത്തിന് മലയാളത്തിന്റെ സംഭാവനയായി മാറിയ മാധ്യമപ്രവർത്തകൻ. 3 പതിറ്റാണ്ടോളം മുമ്പ് അച്ചടിയിൽ നിന്ന് ദൃശ്യലോകത്തേക്ക് അദ്ദേഹം കാൽവെച്ചത് ഒരു നവയുഗപ്പിറവിയുടെ കാലത്ത്. ദേശീയ അന്തർദേശീയ സംഭവങ്ങളെ സൂക്ഷ്മതയോടെ അടയാളപ്പെടുത്തി ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഡൽഹിയിലെ ബ്യൂറോ ചീഫ് പദവിയിൽ പിന്നീടുള്ള 12 വർഷം. പിൽക്കാലത്ത് മാതൃഭൂമി ന്യൂസിന് തുടക്കമിടുകയും സാമ്പ്രദായിക മാധ്യമ അവതരണങ്ങളെ പൊളിച്ചടുക്കിയ റിപ്പോർട്ടർ ടിവിയുടെ ഡിജിറ്റൽ വിഭാഗം മേധാവിയാകുകയും ചെയ്തു അദ്ദേഹം. ഒടുവിൽ വാർത്താ ചാനലുകളുടെ റേറ്റിംഗ് പോരാട്ടക്കാലത്ത് ഒരു സർജിക്കൽ സ്ട്രൈക്കോടെ തിരികെ ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക്. ഇന്ന് അവരുടെ സീനിയർ കൺസൾട്ടിംഗ് എഡിറ്റർ ഉണ്ണി ബാലകൃഷ്ണൻ. മലയാളത്തിൽ ആദ്യമായിട്ടൊരു സ്വകാര്യ ന്യൂസ് ചാനൽ തുടങ്ങിയതിന്റെ തൊട്ടടുത്ത വർഷമാണ് താങ്കൾ അതിന്റെ ഭാഗമാവുന്നത്. ഇപ്പം മലയാളം ന്യൂസ് ഗ്യാതറിംഗിന്റെ ആദ്യത്തെ ഒരു ദശകം എങ്ങനെയായിരുന്നു? നോക്കൂ ബാബു, ഇപ്പം ഞാനൊരു പ്രിന്റ് മീഡിയ ജേർണലിസ്റ്റ് ആയിട്ടാണ് ആരംഭിക്കുന്നത്. ജേർണലിസം ഞാൻ പഠിച്ചിട്ടില്ല. എന്താ പറയുക, ഞാനൊരു ഹാപ്പൻ ടു ബി ജേർണലിസ്റ്റാണ്. ഞാൻ സാധാരണ ഇതിൽ എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. ചില ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 92 മുതൽ ഞാൻ കലാകൗമുദി വാരികയിൽ ചില ലേഖനങ്ങളൊക്കെ എഴുതിയിരുന്നു. അപ്പോൾ അങ്ങനെ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ ഒരു വേക്കൻസി ഉണ്ടായി. അപ്പോൾ വേക്കൻസി ഉണ്ടായപ്പം അന്ന് അതിൻ്റെ പത്രാധിപരെന്ന് പറയുന്നത് S. ജയേന്ദ്രൻ നായരാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും തലയെടുപ്പുള്ള പത്രാധിപരാണ് അദ്ദേഹം. അപ്പോൾ അടുത്ത കാലത്താണ് അദ്ദേഹം മരിച്ചുപോയത്. അപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു, ഉണ്ണിക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്, ജോയിൻ ചെയ്യാമെന്നാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആലോചിച്ചിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആകുമെന്ന്. പക്ഷേ എനിക്ക് അന്നൊരു ജോലി ആവശ്യവുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ അങ്ങനെ 94 ഒരു സബ് എഡിറ്ററായിട്ട് അവിടെ ജോയിൻ ചെയ്യുകയാണ്. കലാകൗമുദി എന്ന് പറയുന്ന ഒരു ലിറ്റററി വീക്കിലിയാണ് ബേസിക്കലി. പിന്നെ കുറച്ച് സോഷ്യൽ ഇഷ്യൂസൊക്കെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ജേർണലിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലിറ്ററേച്ചറിൻ്റെ മേഖലയിൽ ഒതുങ്ങി നിന്നിരുന്ന സാഹിത്യത്തോടാണ് എനിക്ക് എപ്പോഴും താല്പര്യം ഉണ്ടായിരുന്നത്. ഞാൻ ആദ്യം കവിതകളാണ് എഴുതിയിരുന്നത്, പിന്നീട് കഥകൾ എഴുതിയിട്ടുണ്ട്, ചിലതൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. പക്ഷേ ഇത്തരത്തിൽ ലിറ്റററി താല്പര്യങ്ങളുള്ള ഒരാളായിരുന്ന ഞാൻ ഒരു സഹപത്രാധിപരായിട്ടൊരു വീക്കിലിയിലേക്ക് വരികയാണ്. ഇപ്പോൾ പ്രിന്റ് മീഡിയയ്ക്കാണ് അന്ന് കേരളത്തിൽ വലിയ സ്വാധീനം എന്ന് പറയുന്നത്. പത്രങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള സമൂഹമാണ്. അതുപോലെ തന്നെ വാരികകൾക്ക്, മാസികകൾക്കൊക്കെ വലിയ സ്വാധീനമുള്ളൊരു സമൂഹമാണ്. അപ്പോൾ 94 മുതൽ 96 വരെയുള്ള 2 വർഷക്കാലം ഞാൻ കലാകൗമുദിയിൽ ഒരു സബ് എഡിറ്ററായിട്ടാണ് ജോലി ചെയ്യുന്നത്. ആ സമയത്താണ് ഏഷ്യാനെറ്റ് കേരളത്തിലേക്ക് വരുന്നത്. ഏഷ്യാനെറ്റിൻ്റെ വരവെന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, 1990കളിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള 2 മഹാവിപ്ലവങ്ങളുണ്ട്. ആ വിപ്ലവങ്ങൾ പിൽക്കാല കേരളീയ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ സ്വാധീനവും വഹിച്ചിട്ടുണ്ട്. അതിലൊന്നാമത്തെ വിപ്ലവം എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. 90കളിലാണ് മൊബൈൽ ഫോൺ വരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് മൊബൈൽ ഫോണില്ലാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോണാണ്. അതൊരു ലോകസ്വാധീനം തന്നെയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ മൊബൈൽ ഫോണിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. അത് ലോകത്ത് സാങ്കേതിക വിദ്യയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു കുതിച്ചുചാട്ടമായിരുന്നു. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. എന്നാൽ രണ്ടാമത്തെ മഹാവിപ്ലവം എന്ന് പറയുന്നത് ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റ് നമ്മൾ ചുരുക്കി കാണരുത്. ഏഷ്യാനെറ്റിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഈ 90കൾ മുതൽ ഇങ്ങോട്ടേക്ക് കേരളത്തിൻ്റെ ചരിത്രത്തെ മാറ്റുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ആദ്യമായി താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനൽ വരുന്നു. അത് നമ്മുടെ സ്വീകരണ മുറിയിലേക്ക് എത്തുന്നു. നമ്മൾ
അതുവരെ ഈ ദൂരദർശന്റെ ഈ ഗവൺമെന്റ് ബുള്ളറ്റിൻസ് പോലെയുള്ള സാധനങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. 96 ഞാൻ ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്തു. 95 പകുതിയോടുകൂടി ഏഷ്യാനെറ്റ് ന്യൂസ് ആരംഭിക്കുന്നുണ്ട്. ആ സമയത്ത് പല പരിപാടികൾക്കിടയിൽ വന്നുകൊണ്ടിരുന്ന ഒന്ന് മാത്രമാണ് ഈ വാർത്ത എന്ന് പറയുന്നത്. ഒരുപാട് സാങ്കേതിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വാർത്തകൾ ആരംഭിക്കുന്നത്, ഏഷ്യാനെറ്റ് വാർത്തകൾ ആരംഭിക്കുന്നത്. 96 ഈ ഏഷ്യാനെറ്റിലേക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ ഈ പ്രിന്റ് മീഡിയ എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്, വിഷ്വൽ മീഡിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്നെ ഞാൻ എൻ്റെ താല്പര്യം പിന്നെ എഴുതുക, വായിക്കുക ഇതൊക്കെ തന്നെയായിരുന്നുവെങ്കിലും സത്യത്തിൽ എനിക്കൊരു വലിയ സ്വാധീനമുണ്ടാകുന്നത് ഈ 92 തെരഞ്ഞെടുപ്പ് നാഷണൽ ദൂരദർശനിൽ പ്രണോയ് റോയ് വന്നിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ സെഫോളജി എന്ന് പറയുന്ന സാധനം പരീക്ഷിക്കപ്പെടുന്നൊരു സംഭവമാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രവചനം നടത്തുന്നു. അപ്പം 92 പിന്നെ പ്രണോയ് റോയും വിനോദ് ദുബെയും കൂടി ചേർന്നിരുന്നിട്ട് നാഷണൽ ദൂരദർശനിൽ വലിയ രീതിയിൽ ഈ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ നടത്തുന്നു. മാത്രമല്ല കൗണ്ടിംഗ് ഒക്കെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നു. ഐ വാസ് അസ്റ്റോണിഷ്ഡ്. ഇത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഇതിൻ്റെ ഒരു സ്വാധീനം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിരുന്നു. അപ്പോൾ 96 എനിക്കൊരു അവസരം വരുന്നു. ആ അവസരത്തിൽ ഞാൻ ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെയാണ് വിഷ്വൽ മീഡിയ ജേർണലിസ്റ്റിലേക്ക് ഞാൻ കടന്നു വരുന്നത്. 96 എന്ന് പറയുമ്പം ഇപ്പം 29 വർഷമായിരിക്കും. ഇന്നത്തേത് വെച്ച് നോക്കുമ്പോൾ സാങ്കേതിക സൗകര്യങ്ങൾ വളരെ കുറവായിരുന്ന സാഹചര്യത്തിലാണ് അന്ന് മാധ്യമപ്രവർത്തനം നടത്തേണ്ടി വന്നിരുന്നത്. അന്നത്തെ ആ ഒരു പ്രവർത്തനത്തിന് അനുഭവങ്ങൾ ഒന്ന് ഓർത്തെടുക്കാം. ഞങ്ങൾ തിരുവനന്തപുരത്ത് റോസ് കോട്ടേജ് എന്ന് പറഞ്ഞിട്ട് ആയുർവേദ കോളേജിൻ്റെ അടുത്തൊരു പിന്നെ ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തിട്ടാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനലിലെ ന്യൂസിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഒരു ചെറിയ വാടക വീട്ടിലാണ്. ആ വാടക വീടിൻ്റെ പേര് റോസ് കോട്ടേജ് എന്നായിരുന്നു. ഞങ്ങൾ കളിയാക്കി പറയുന്നൊരു കാര്യമുണ്ട്. ഈ ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു ഹൈടെക് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ ഹൈടെക് ഇൻഡസ്ട്രിയെ എങ്ങനെ ഒരു കോട്ടേജ് ഇൻഡസ്ട്രിയാക്കി നടത്താം എന്നുള്ളതിൻ്റെ പരീക്ഷണത്തിലാണ് ഏഷ്യാനെറ്റ് ഏർപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വിലാസം റോസ് കോട്ടേജ് എന്നായിരിക്കുന്നതെന്ന് ഞങ്ങൾ പറയുമായിരുന്നു. അത്രയധികം സാങ്കേതിക പരിമിതിയുള്ള ഒരു വാർത്താ പ്രവർത്തനമായിരുന്നു ഞങ്ങളങ്ങ് നടത്തിയത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്നിപ്പോൾ ഒരു കാര്യം സംഭവിച്ചാൽ ഞങ്ങൾക്കത് 3ാമത്തെ ദിവസമാണ്, മറ്റന്നാളാണ് മലയാളികളെ കാണിക്കാൻ കഴിയുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കുക. ഇന്നത് ആലോചിക്കാൻ പറ്റുമോ? ഇപ്പം ഇന്നെന്ന് പറഞ്ഞാൽ ഇന്നൊരു സംഭവം ഉണ്ടായാൽ ഒരു സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ആ സംഭവത്തിൻ്റെ ദൃശ്യങ്ങളെത്തും. എന്നാൽ ഏഷ്യാനെറ്റ് ന്യൂസ് ആരംഭിക്കുന്ന സമയത്ത് ഇന്നിപ്പം പിന്നെ തിരുവനന്തപുരത്തൊരു സംഭവം ഉണ്ടായി. ഞങ്ങളത് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് ഞങ്ങളത് പിന്നെ എഡിറ്റൊക്കെ ചെയ്ത് ഒരു വാർത്തയാക്കി ഇന്ന് തന്നെ മദ്രാസിലേക്ക് എത്തിക്കും. അന്ന് ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്തിരുന്നത് സിംഗപ്പൂരിൽ നിന്നാണ്. മദ്രാസിൽ നിന്ന് നാളെ ഫ്ലൈറ്റുള്ളൂ സിംഗപ്പൂരിലേക്ക്. അപ്പം നാളത്തെ ഫ്ലൈറ്റിൽ മദ്രാസിൽ നിന്ന് ഈ കാസറ്റ് സിംഗപ്പൂരിലേക്ക് എയർലിഫ്റ്റ് ചെയ്യും. അത് വൈകുന്നേരം സിംഗപ്പൂരെത്തും. പിറ്റേ ദിവസം ഉച്ചയ്ക്കത്തെ ബുള്ളറ്റിലാണ് ഞങ്ങളിത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇന്ന് സംഭവിക്കുന്ന ഒരു കാര്യം മറ്റന്നാളാണ് മലയാളിയുടെ സ്വീകരണ മുറിയിലെത്തുക. ഒന്ന് ആലോചിച്ച് നോക്കി ഈ സാങ്കേതിക വിദ്യയുടെ ഒരു പരിമിതി എന്ന് പറയുന്നത്. അന്ന് ദൂരദർശൻ ഇവിടെ നിന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ, നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ലായിരുന്നു? അല്ല, അന്ന് നമുക്ക് ഇതിനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അതായത് ഇന്ത്യയിൽ ചാനലുകൾക്ക് അപ്ലിങ്ക് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ അപ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ആദ്യം ഏഷ്യാനെറ്റ് എല്ലാവർക്കും അറിയുന്നത് പോലെ ഫിലിപ്പൈൻസിലെ മനില എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അത് ആരംഭിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് സിംഗപ്പൂരിലേക്ക് വരുന്നത്. അപ്പം സിംഗപ്പൂരിൽ നിന്ന് അപ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് ഞാനവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഈ 3 ദിവസത്തെ പിന്നെ ഒരു ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും. പക്ഷെ ബാബു ആലോചിക്കേണ്ട ഒരു കാര്യം, 3 ദിവസത്തെ ഈ ഗ്യാപ്പ് മലയാളികൾക്കൊരു പ്രശ്നമായിരുന്നില്ല എന്നുള്ളതാണ്. മലയാളികൾ ഈ വാർത്ത കാണാൻ കാത്തിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതുവരെ അവരുടെ മുമ്പിലുണ്ടായിരുന്ന ദൂരദർശനാണ്, ശരിയാണ്. പിന്നെ പത്രങ്ങളുണ്ട്, എങ്കിൽ പോലും ദൃശ്യങ്ങളായിട്ടാണ് ഈ വാർത്തകൾ കാണുന്നത്. ആ വാർത്തകളിലൂടെ ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ സന്ദേശങ്ങളുണ്ട്. ആ വാർത്തകൾ തിരഞ്ഞെടുക്കുന്നതിനകത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് കാണിച്ചിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അന്ന് വരെ ഒരു ചാനലുകളുടെ ഔദ്യോഗിക ചാനലുകളുടെയും ക്യാമറകൾ പോകാത്ത സ്ഥലങ്ങളിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ക്യാമറകൾ പോയി. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റിപ്പോർട്ടർമാർ പോയി. കേരളത്തിലെ സാമൂഹ്യ പ്രശ്നങ്ങൾ, കേരളത്തിലെ ജീവിത ദുരിതങ്ങൾ, കേരളത്തിലെ ദുരന്തങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയ ഡെവലപ്മെൻറ്റുകൾ, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളിലേക്കും ക്യാമറ തിരിച്ചു വെച്ചുകൊണ്ട് മലയാളിയെ വാർത്തയിലേക്ക് ആകർഷിക്കുന്നതിനകത്ത് ഏഷ്യാനെറ്റ് വഹിച്ചൊരു വലിയ പങ്കുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കേരളത്തിൻ്റെ സാമൂഹ്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ആഴമേറിയ ഒരു അധ്യായമാണ് ഏഷ്യാനെറ്റിൻ്റെ സംഭാവന എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ അത് വിലയിരുത്തപ്പെട്ടിട്ടില്ല, അൺഫോർച്ചുനേറ്റ്ലി. ഞാൻ ഈ സാങ്കേതിക പരിമിതിയിലേക്ക് ഒന്നുകൂടി വരാം. വയനാട്ടൊരു സംഭവം ഉണ്ടായാലേ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് ഞങ്ങൾക്ക് എളുപ്പമായി. ആ സംഭവം ഉടനെ തന്നെ പാക്ക് ചെയ്ത് നേരെ തിരുവനന്തപുരം എയർപോർട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടുന്ന് കാർഗോ വഴി ചെന്നൈയിലെത്തിച്ച് ചെന്നൈയിൽ നിന്ന് സിംഗപ്പൂർ എത്തിക്കാൻ എളുപ്പമാണ്. പക്ഷേ വയനാട്ടിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിലും വയനാട്ടിൽ നിന്ന് ഒരു സംഭവം ഉണ്ടായാൽ അത് റെക്കോർഡ് ചെയ്തിട്ട് ആ കാസറ്റ് ഒരു KSRTC ബസ്സിലാണ് കൊടുത്തുവിടുക. KSRTC ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തുവിടും. ആ ബസ് പിറ്റേ ദിവസം രാവിലെയാണ് തിരുവനന്തപുരത്ത് എത്തുക, തമ്പാനൂരെത്തുക.
ഞാൻ അവിടെ പോയിട്ട് ഈ ഡ്രൈവർക്ക് 25 രൂപ കൊടുത്തിട്ട് ഈ കാസറ്റ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയും, മലയാളത്തിലെ ഈ ടെലിവിഷൻ ചാനലിലെ ആദ്യത്തെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് KSRTC ബസ്സാണ്. സത്യത്തിൽ ഇപ്പോൾ KSRTC ഒരു വിഷമത്തിലാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായി വിഷമം തോന്നാറ്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ സാങ്കേതിക വിദ്യ വികസിച്ച് വരുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് കണക്ടിവിറ്റി ഇൻ മലയാളം ടെലിവിഷൻ എന്ന് പറയുന്നത് KSRTC ബസ് സർവീസാണ്. അവിടെ നിന്നാണ് എല്ലാവരും, ഇപ്പം എറണാകുളത്ത് സംഭവിച്ചാലും KSRTC ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഈ ഡ്രൈവർക്ക് കാസറ്റ് കൊടുക്കും, അത് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കളക്ട് ചെയ്യും. ഇങ്ങനെയാണ്. എന്നിട്ടാണ് ഞങ്ങളിത് എഡിറ്റ് ചെയ്ത് ചെന്നൈ വഴി സിംഗപ്പൂർ എത്തിച്ചിട്ടാണ് ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ സാങ്കേതിക പരിമിതികളൊന്നും മലയാളികൾക്ക് പ്രശ്നമായിരുന്നില്ല. എന്ന് മാത്രമല്ല, ഒറ്റയടിക്ക് ഈ പറയുന്ന ദൂരദർശനിൽ നിന്ന് ആളുകൾ ഷിഫ്റ്റ് ചെയ്യുകയും നേരെ ഏഷ്യാനെറ്റിൻ്റെ വ്യൂവേഴ്സായി മലയാളികളൊന്നടങ്കം മാറുകയാണ് ചെയ്തത്. ഈ ദൂരദർശന്റെ കാലത്ത് ആളുകൾ ആന്റിനകൾ വെച്ച് TV-യിലിട്ട് കണക്ട് ചെയ്ത് അങ്ങനെയാണ് വാർത്ത കണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നും മലയാളി എങ്ങനെയാണ് കേബിൾ TV-യിലോട്ട് ഏഷ്യാനെറ്റ് കൊണ്ടുവരുന്നത്? അപ്പോഴത്തേക്കും കേബിൾ TV വന്നു തുടങ്ങിയിരുന്നു, കേബിൾ TV പ്രചാരത്തിലൊക്കെ വന്നു തുടങ്ങിയിരുന്നു. പക്ഷേ ചില കുറച്ച് പോക്കറ്റുകളിലാണ് ഈ കേബിൾ TV ഉണ്ടായിരുന്നത്. എന്നാൽ കേരളത്തിലുടനീളം ഈ പറയുന്ന ചാനൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു. അപ്പോൾ അതിന് കേരളത്തിലുടനീളം കേബിൾ വലിക്കണം. കേബിൾ വലിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോസ്റ്റ് ഇട്ട് കേബിൾ വലിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ഞങ്ങൾക്കന്ന് പരസ്യവും കിട്ടി തുടങ്ങിയിട്ടില്ല, ചെറിയൊരു ചാനലാണ്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകളിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളിരുന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഈ നാഷണൽ ടെലിവിഷൻ ചാനലുകളിലൊക്കെ ഈ ബൈക്കുകളുടെയും സോപ്പിൻ്റെയും ഒക്കെ പരസ്യങ്ങൾ ഇങ്ങനെ പോകുമ്പം നമുക്ക് വെറുതെ തന്നാലും നമുക്ക് കാണിക്കായിരുന്നു, കാരണം ഒരു ഇടവേള കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും വെറുതെയെങ്കിലും പരസ്യം തന്നിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചിട്ടൊരു കാലഘട്ടം അത്. കാരണം അന്ന് ഞങ്ങൾക്ക് ഒരു അരമണിക്കൂർ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറും വാർത്ത ഉണ്ടാക്കണം. അന്ന് ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും റോയിറ്റേഴ്സിനെയാണ്. റോയിറ്റേഴ്സ് അന്ന് വലിയൊരു ഏജൻസിയാണ്. ഇന്റർനാഷണൽ വാർത്തകൾ വലിയ രീതിയിൽ അവർ നമുക്ക് നൽകിക്കൊണ്ടിരുന്നു. അത് ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അന്നൊരു തമാശ എന്ന് പറയുന്നത്, ഈ പലപ്പോഴും മലയാളികൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഈ ഇന്റർനാഷണൽ റിപ്പോർട്ടേഴ്സൊക്കെ വളരെ ഗംഭീരമാണ്, കാരണം വെച്ചാൽ അവർ അപ്പം വാർത്തകൾ എത്തിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് നിങ്ങൾക്ക് അത്ര പോരാ എന്നുള്ള നിലയ്ക്ക്. പക്ഷേ അതിൻ്റെ ഒരു സൗകര്യം എന്ന് പറയുന്നത് ഈ റോയിറ്റേഴ്സിൻ്റെ ഫീഡാണ്. എനിവേ, അപ്പം ഞങ്ങൾ ഈ പറയുന്ന കണക്ക് ഇത് മലയാളികളിലേക്ക് നമുക്ക് എങ്ങനെ ഇത് എത്തിക്കാമെന്നുള്ളത് ആലോചിക്കുമ്പോൾ ശശികുമാർ സാറിനെയൊക്കെ ഇത് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തുടക്കത്തിന് മുമ്പാണ് കേട്ടോ. ശശികുമാർ സാറാണെങ്കിലും അന്ന് VK മാധവൻകുട്ടിയെ പോലെ വളരെ ടവറിംഗ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുണ്ട്. മാധവൻകുട്ടി വലിയ സ്വാധീനമുള്ള മാധ്യമപ്രവർത്തകനാണ്. അപ്പോൾ അന്ന് K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയമാണ്. K. കരുണാകരനെ പോയി കാണുകയും K. കരുണാകരനോട് KSEBയുടെ പോസ്റ്റുകൾ വഴി കേബിളുകൾ വലിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ഒരു സജഷൻ വെക്കുകയും ചെയ്യുന്നു. അന്നത് ഒന്നാമതൊരു സ്വകാര്യ സംരംഭമാണ്. ആ സ്വകാര്യ സംരംഭത്തിന് ഒരു സർക്കാർ സ്ഥാപനമായിട്ടുള്ള KSEBയുടെ പോസ്റ്റുകൾ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആക്ഷേപങ്ങളുണ്ടാവും, വലിയ തർക്കങ്ങളുണ്ടാവും. പക്ഷേ ആ ഒരു സംരംഭത്തെ കേരളത്തിൻ്റെ ഒരു വികാസ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കണ്ടത്. അങ്ങനെ ഒരു ഗുണമുണ്ടായി. അതിനകത്ത് ഇടതുപക്ഷവും വലതുപക്ഷവും അതുപോലെ ഒരുപോലെയാണ് അതിനെ കണ്ടത്. അങ്ങനെ ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കേണ്ടതുണ്ട് എന്നവർക്ക് തോന്നി. എങ്കിൽ കൂടിയും പലതരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് KSEBയുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയ എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ കരുണാകരൻ്റെ ഒരു നിശ്ചയദാർഢ്യം ആ കാര്യത്തിലുണ്ടായിരുന്നു. ആ രീതിയിൽ കരുണാകരന് ഒരു വലിയ റോള് ഈ പറയുന്ന സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ കേരളത്തിൽ വരുന്നതിനുള്ള വഴിയൊരുക്കുന്നതിൽ ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് വലിയ റോൾ വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഭാഗമായിട്ട് KSEBയുടെ പോസ്റ്റുകളിലൂടെ ഈ കേബിൾ വലിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും KSEBയിലൂടെയാണ് ACV ഒക്കെ കേബിൾ വലിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ് ഈ വീടുകളിലേക്ക് ശരിക്കും പറഞ്ഞാൽ ചാനൽ എത്തിക്കുന്നത്. ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ തുടക്കത്തിലെ ബാലാരിഷ്ടതകളുടെ അനുഭവങ്ങൾ, അതിനെ സർവൈവ് ചെയ്ത അനുഭവങ്ങളൊക്കെ പിന്നീട് അങ്ങോട്ട് താങ്കളുടെ ജേർണലിസം കരിയറിനെ എങ്ങനെയാണ് ഷേപ്പ് ചെയ്തിട്ടുള്ളത്? ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും നേരിടാൻ പറ്റുന്നൊരു മനക്കരുത്തും നമുക്കുണ്ടാകുന്നത് പലപ്പോഴും നമുക്ക് നൽകുന്ന ഈ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ. അപ്പോൾ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ വലിയ ദാരിദ്ര്യമായിരുന്നു ഏഷ്യാനെറ്റ് തുടക്കത്തിൽ നമ്മൾ അനുഭവിച്ചിരുന്നത്. നിങ്ങൾക്കറിയാവോ, ഈ കാസറ്റ് കൊണ്ട് 100-120 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഡ്രൈവർമാരുണ്ടായിരുന്നു നമുക്ക്. ഡ്രൈവർമാർ ഈ കാസറ്റും കൊണ്ട് വേഗത്തിൽ സഞ്ചരിച്ചാണ് ഈ എയർപോർട്ടിലൊക്കെ എത്തുന്നത്. കാരണം അവസാന നിമിഷമാണ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക വാർത്തയിൽ. എന്നിട്ട് അത് പെട്ടെന്ന് വാർത്തയാക്കി അത് ഈ ഡ്രൈവറുടെ കൊടുത്തിട്ട് ഡ്രൈവർ ബൈക്കിൽ ചിലപ്പം കാറിലൊക്കെ വളരെ വേഗത്തിൽ പോയിട്ടാണ് ഇതൊക്കെ. അങ്ങനെ ഭയങ്കര റിസ്ക് ആയിരുന്നു. ഈ ഒരു വാർത്ത നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു തത്രപ്പാടെന്ന് പറയുന്നത്, സാങ്കേതികമായി പരിമിതി ഉണ്ടാക്കിയിട്ടുള്ള തത്രപ്പാടിനെ നമ്മുടെ ആത്മവിശ്വാസം കൊണ്ടും കൂട്ടായ്മ കൊണ്ടും ഒക്കെയാണ് നമ്മൾ മറികടന്നത്. അത് നൽകിയിട്ടുള്ള ഒരു ബേസ് ഉണ്ട് കേട്ടോ. എനിക്കൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഒരു വാർത്ത സംഭവിച്ചു കഴിഞ്ഞാൽ അത് എന്ത് തടസ്സത്തെയും മറികടക്കാനുള്ള ഒരു ആത്മവിശ്വാസം നൽകിയത് ശരിക്കും പറഞ്ഞാൽ ഈ
ഈ ഒരു ദരിദ്രാവസ്ഥയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ദാരിദ്ര്യം പലപ്പോഴും നമുക്ക് ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നത്. പിൽക്കാലത്ത് നോക്കുകയും ഇപ്പം ഞാൻ പിന്നെ പറഞ്ഞ ഏഷ്യാനെറ്റ് ന്യൂസിലാണ് പ്രവർത്തിക്കുന്നത്. ഇതേ മേഖലയിൽ തന്നെയാണ് ഞാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അയജ്ഞലളിതം ആണ് ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത്. ഈ സമയത്തൊരു കാര്യം ഉണ്ടായാൽ അവിടെ നിന്ന് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുക, ആ വിഷ്വൽ എത്രയും പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ അപ്ലിങ്ക് ചെയ്യുക, ഇതൊക്കെ വളരെ സ്വാഭാവികമായ ഒരു പ്രക്രിയയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജോബ് ഈസി ആവുകയാണ് ചെയ്തത്. ഇന്നിപ്പം പുതുതായിട്ടൊരു ആള് ഈ മേഖലയിലേക്ക് വന്നാൽ അയാൾ നേരിടുന്ന കുറേ തടസ്സങ്ങളുണ്ടാകും. ആ തടസ്സങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല, അല്ലെങ്കിൽ എൻ്റെ തലമുറയിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. അപ്പം ആ അർത്ഥത്തിൽ എന്താ പറയുക, ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിൽ വലിയ പങ്കാണ് ആ കാലഘട്ടത്തിലെ ബാലാരിഷ്ടതകൾ വഹിച്ചിട്ടുള്ളത്. താങ്കളുടെ മാധ്യമപ്രവർത്തന കരിയറിന്റെ തുടക്കത്തിലെ 2 വർഷത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് താങ്കൾക്ക് ദില്ലിയിലേക്ക് പ്രവർത്തന മണ്ഡലം മാറ്റി പ്രതിഷ്ഠിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാലത്താണ് കാർഗിൽ വോർ നടക്കുന്നത്, കാണ്ഡഹാർ വിമാനം റാഞ്ചിലുണ്ടാവുന്നത്, അങ്ങനെ സങ്കീർണമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളെ ഫീൽഡിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഒരു പ്രാദേശിക ഭാഷയിൽ നിന്നുള്ള ലേഖകനായിട്ട് അവിടെ പോയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ ദില്ലിയിലെ പവർ സർക്കിളുകളും അവിടുത്തെ ഗവേണൻസും അതുപോലെ അതിലൊക്കെയുള്ള മാധ്യമങ്ങളുടെ റോളും ഒക്കെ മനസ്സിലാക്കാൻ ഈ ഒരു കാലം എങ്ങനെയാണ് താങ്കളെ സഹായിച്ചത്? ഡൽഹിയിൽ ജേർണലിസം ചെയ്തില്ലെങ്കിൽ പിന്നെ ജേർണലിസം ചെയ്തിട്ട് കാര്യമില്ല എന്നൊരു ഒരു അർത്ഥത്തിലാണ് ഞാനൊക്കെ ഡൽഹിയെ കണ്ടിരുന്നത്. പക്ഷെ ഡൽഹിയിലേക്ക് പോകാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അതിനൊരു സാഹചര്യമുണ്ടായത് 1998 പൊതുതെരഞ്ഞെടുപ്പ് നടന്നു. രാജ്യത്തൊരു പൊതുതെരഞ്ഞെടുപ്പ് നടന്നു. 98 പൊതുതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ശശികുമാർ സാർ ഒരു വിപ്ലവകരമായ തീരുമാനമെടുക്കുന്നു. അന്ന് ഏഷ്യാനെറ്റ് പച്ച പിടിച്ചു കഴിഞ്ഞു. എല്ലാ വീടുകളിലേക്കും ഏഷ്യാനെറ്റ് എത്തി. ഈ പറയുന്ന കുറേയൊക്കെ സാങ്കേതിക പരിമിതികൾ നമ്മൾ മറികടന്നു. നമ്മളൊരു വിശ്വസ്തമായ ചാനലായിട്ട് മാറി. നമ്മൾ മാത്രമേ ഉള്ളൂ അന്ന്, ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമേ ഉള്ളൂ അന്ന്. 98 തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഏതാനും റിപ്പോർട്ടർമാരെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് അയക്കാൻ ശശികുമാർ സാർ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ റിപ്പോർട്ടർമാർ ഉത്തർപ്രദേശിലേക്കും ബീഹാറിലേക്കും ഡൽഹിയിലേക്കും ഗുജറാത്തിലേക്കും പഞ്ചാബിലേക്കും മധ്യപ്രദേശിലേക്കും ഒക്കെ യാത്ര ചെയ്തു. അവരവിടെ പോയിട്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ട് ആ റിപ്പോർട്ടുകൾ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തു. അത് ടെലികാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അന്നും സിംഗപ്പൂരിൽ നിന്ന് തന്നെയാണ് നമ്മൾ അപ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്നത് 98. അപ്പോൾ അത് ചെന്നൈയിൽ ഒരു പ്രൊഡക്ഷൻ സെൻറ്റർ നമ്മളുണ്ടാക്കി. ചെന്നൈ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഒന്ന് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് അവിടെയായിരുന്നു. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ചെന്നൈയിൽ നിന്ന് എല്ലാ ദിവസവും ഡയറക്റ്റായിട്ട് സിംഗപ്പൂരിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ ഈ ഗ്യാപ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു അരമണിക്കൂർ പരിപാടി എല്ലാ ദിവസവും ടെലികാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഈ ദേശീയ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ ഈ പ്രൊഡക്ഷൻ സെൻറ്റർ ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. മാത്രമല്ല അന്ന് കൊറിയർ സർവീസുകൾ വളരെ എളുപ്പത്തിലെത്താൻ, ഇന്നിപ്പോൾ നമുക്ക് കാണുന്ന പോലെ അല്ല അന്ന് തിരുവനന്തപുരത്തേക്കൊക്കെ കൊറിയർ വരിക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം ചെന്നൈ ഒരു മെട്രോ നഗരമാണ്. ഈ കാസറ്റുകൾ പല നഗരങ്ങളിൽ നിന്ന് മെട്രോയിലേക്ക് എത്താൻ എളുപ്പമാണ്. അപ്പം അങ്ങനെ ഒരു പ്രൊഡക്ഷൻ സെൻറ്റർ ചെന്നൈയിലുണ്ടാക്കി. അതിൻ്റെ ചുമതല എനിക്കായിരുന്നു. അതിൻ്റെ ജീവിതത്തിലെ എൻ്റെ ടെലിവിഷൻ ജേർണലിസം കരിയറിൽ ഒരു വലിയ വഴിത്തിരിവാണ്. ഞാൻ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് ചെന്നൈയിലേക്ക് പോകുന്നു. വടപളനി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മുടെ ഒരു ചെറിയ സ്റ്റുഡിയോയൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടാണ് ഞങ്ങളത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ ശശികുമാർ സാറിൻ്റെ തീരുമാനം എന്ന് പറയുന്നത് ഒരു 15 സ്റ്റേറ്റുകളെ കുറിച്ച് 15 പ്രോഗ്രാം അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ 15 പ്രോഗ്രാം ചെയ്തു. പക്ഷേ ഈ 15 പ്രോഗ്രാം ചെയ്തപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഭയങ്കരമായിട്ട് ആളുകൾ കണ്ടു. ഞങ്ങൾക്കിത് നിർത്താൻ കഴിയാതായിപ്പോയി. ഇനിയും ഒരു 10-12 ദിവസം തെരഞ്ഞെടുപ്പിനുണ്ട്. ഞങ്ങളുടെ റിപ്പോർട്ടർമാരൊക്കെ പല സംസ്ഥാനങ്ങളിൽ നിന്നും തിരിച്ചു വരാനും തുടങ്ങി. അപ്പോൾ എന്നോട് ശശികുമാർ സാർ പറഞ്ഞേ, നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയും നമുക്കിത് ഈ വന്ന കാസറ്റുകളിൽ നിന്ന് ഇനിയും എന്തൊക്കെ പ്രോഗ്രാമുകൾ ചെയ്യാമെന്ന് ഉണ്ണി നോക്കണം. കാരണം ഞാനാണത് പൂർണ്ണമായും കണ്ടിട്ട് ഞാനാണത് പ്രോഗ്രാം ആക്കിയിട്ടുള്ളത്. എന്നിട്ട് മൂപ്പരൊന്ന് ഉപയോഗിച്ചൊരു വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മിൽക്ക് ദ മാക്സിമം എന്നാണ് മൂപ്പരനോട് തന്ന ഇൻസ്ട്രക്ഷൻ. പരമാവധി അതിൽ നിന്ന് ഊറ്റിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ആ കാസറ്റ് ഇട്ട് വീണ്ടും കാണുന്നു. ഒന്ന് BRP ഭാസ്കരൻ ഒരു വലിയ സഹായിയായിട്ട് അതിൻ്റെ നേതൃത്വത്തിലുണ്ട്. അപ്പോൾ ബാബു സാറുമായിട്ട് ഞാൻ എല്ലാ ദിവസവും സംസാരിക്കും. അങ്ങനെ ഓരോ കൺസെപ്റ്റുകൾ ഉണ്ടാക്കിയിട്ട് പല ആളുകളുടെ അഭിപ്രായങ്ങളും ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വീണ്ടും പ്രോഗ്രാമുകൾ അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അവിടെയും കഴിയുന്നില്ല. അവസാനം 98 ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വീണ്ടും ഒരു അടുത്ത വിപ്ലവകരമായ തീരുമാനം ഏഷ്യാനെറ്റ് എടുക്കുന്നു. അന്ന് കൗണ്ടിങ് എന്ന് പറയുന്നത് ഈ ബാലറ്റ് പേപ്പറാണ് വോട്ടിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ 3 ദിവസമൊക്കെ എടുത്തിട്ടാണ് കൗണ്ടിങ് പൂർത്തിയാവുക. ഈ ബാലറ്റ് പേപ്പർ മുഴുവൻ എണ്ണിത്തീരണമല്ലോ. നമുക്ക് കൗണ്ടിങ് ലൈവ് ചെയ്യാം ഡൽഹിയിൽ നിന്ന് എന്ന് ശശികുമാർ സാറും PRP ഭാസ്കറൊക്കെ കൂടെ തീരുമാനിക്കുന്നു. മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ, മലയാള മാധ്യമ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ എപ്പിസോഡുകളിൽ ഒന്നാണത്. 98 നമ്മൾ ആദ്യമായിട്ടൊരു മലയാളം ടെലിവിഷൻ ചാനൽ കൗണ്ടിങ് ഡയറക്റ്റായിട്ട് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ തീരുമാനിക്കുകയും ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് ചെന്നൈയിൽ നിന്നും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരാനിരുന്ന ഞാൻ നേരെ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ് എന്ന് പറഞ്ഞ GT എക്സ്പ്രസ്സിൽ ആണ് ഞാനത് യാത്ര ചെയ്യുന്നത്. ഒരു ഫെബ്രുവരിയിലെ തണുപ്പുള്ള പ്രഭാതത്തിലാണ് ഞാൻ ഡൽഹിയിൽ പോയി ഇറങ്ങുന്നത്.
അപ്പോൾ എനിക്കറിയില്ല എൻ്റെ ഒരു അടുത്ത 10-12 വർഷത്തെ ജീവിതം ഇനിയിപ്പോൾ ഡൽഹി ആയിരിക്കും എന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങളവിടെ ഇറങ്ങുന്നു, കേരള ഹൗസിൽ നിന്നാണ് അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തത്. അത് വൻ സംഭവമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങളൊരു കാര്യം ചെയ്തത്, ഈ കൗണ്ടിങ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത്ര വോട്ടിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പിന്നോട്ട് പോയ തെരഞ്ഞെടുപ്പാണ്, BJP അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പാണ്. പാർട്ടി ആസ്ഥാനങ്ങളിലേക്ക് പോയിട്ട് ക്യാമറയിൽ ഈ വാർത്ത റെക്കോർഡ് ചെയ്തു. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്തു ക്യാമറയിൽ. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത് AICC ആസ്ഥാനത്ത് നിന്നിട്ടാണ്. 24 അക്ബർ റോഡിൽ 24-ാം ബംഗ്ലാവാണ് അന്ന് AICCയുടെ ആസ്ഥാനം. അതിന് മുന്നിൽ നിന്നിട്ട് ഞാൻ ദേശീയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് അത് കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന കൗണ്ടിങ്ങിൻ്റെ ഇടയിൽ പ്ലേ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം എന്താ പറ്റുമെന്ന് വെച്ചാൽ ഭയങ്കര ലൈവ്ലിയായി ഈ കാര്യങ്ങൾ. ഈ 3 ദിവസത്തെ കൗണ്ടിങ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തീരുമാനമുണ്ടായി, നമുക്ക് ഡൽഹി ബ്യൂറോ വേണം. കാരണം അത്ര ഇഫക്റ്റാണ് അന്നത്തെ ഈ കാര്യത്തിനുണ്ടായത്. അങ്ങനെ ഡൽഹി ബ്യൂറോ ആരംഭിക്കുകയും ഞാൻ പക്ഷേ ഈ തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അവിടെ സർക്കാരൊക്കെ രൂപീകരിക്കുന്ന സമയത്ത് ഞാൻ അവധിയെടുത്തിട്ട് ഡൽഹി ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊരു ദിവസം ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി. അപ്പം അന്ന് അവിടെ നിന്ന് വാർത്തകളൊന്നും വന്നില്ല. അപ്പം ശശികുമാർ സാർ അത് വിളിച്ചിട്ട് ഡെസ്കിൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയൊന്നും ഇല്ലാത്ത? അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ അവിടെ കഴിഞ്ഞത് കുറേ ദിവസത്തെ ക്ഷീണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അവധിയിലൊക്കെയാണ്, പിന്നെ ഉണ്ണി ഇങ്ങോട്ട് പോരാൻ നിൽക്കുകയാണ്. അന്ന് രാത്രിയിൽ ബാബു എനിക്കൊരു ഫാക്സ് സന്ദേശം വരുന്നു, ഉണ്ണി ബാലകൃഷ്ണൻ ഈസ് ട്രാൻസ്ഫർ ടു ഡൽഹി ബ്യൂറോ എന്ന് പറയും. അതോടുകൂടി എൻ്റെ വിധി തീരുമാനിക്കപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ അത് ഇറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ മൈ കരിയർ. പിന്നെ ബാബു ചോദിച്ച കണക്ക് 12 വർഷക്കാലം എന്ന് പറയുന്നത് ഈ ഡൽഹിയിൽ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിയ ഒരു കാലഘട്ടത്തിലാണ് മാധ്യമപ്രവർത്തനം നടത്തുന്നത്. വാജ്പേയിയുടെ സർക്കാർ അധികാരത്തിൽ വന്ന ഏതാണ്ട് ഒരു 1.5 മാസത്തിനുള്ളിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തി പൊക്രാനിൽ. ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണല്ലോ അത്. ഇന്ത്യ ഒരു ന്യൂക്ലിയർ ബോംബ് പരീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത്. അപ്പം അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ആരംഭിക്കുന്നത് നമ്മുടെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. ആണവ സ്ഫോടനം ഇന്ത്യ നടത്തുകയും അത് വിജയകരമായി പരീക്ഷിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു പൊക്രാനിൽ. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ രാഷ്ട്രീയ ഡെവലപ്മെൻ്റാണ്. ഇന്നിപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പോലെ അമേരിക്ക വലിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നു. ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ആണവ പരീക്ഷണം വിജയകരമായി നടത്തുന്നു. അപ്പം ഐ ടു ഐ സിറ്റുവേഷനാണ്. 2 മുഖാമുഖം നിൽക്കുന്ന രാജ്യങ്ങൾ ആണവശക്തികളായി മാറിയ ഒരു ലോക സാഹചര്യം. അതൊക്കെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ നിന്നും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ കണക്ക് കാർഗിൽ യുദ്ധം ഉണ്ടായി. അതിന് മുമ്പ് തന്നെ വലിയ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. ഈ 98 അധികാരത്തിൽ വന്ന വാജ്പേയി സർക്കാരിനുള്ള പിന്തുണ ജയലളിത പിൻവലിക്കുന്നുണ്ട് 1 വർഷത്തിനുള്ളിൽ. അതോടുകൂടി സർക്കാർ താഴെ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ ഡ്രാമ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ജയലളിതയായിരുന്നു ആ സർക്കാരിൻ്റെ കാലത്ത് 2ാമത്തെ കക്ഷി എന്ന് പറയുന്നത്. ഇപ്പം ജയലളിത ഡൽഹിയിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. ഈ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ആദ്യത്തെ ഗേറ്റിൻ്റെ അവിടെ നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങണം. അത് എത്ര പ്രമുഖനാണെങ്കിലും ഇറങ്ങണം. എന്നിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വേറൊരു കാറുണ്ട്, ഫെറി എന്നാണ് പറയുക. ഈ ഗേറ്റിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ അകത്താണ് ഈ പ്രധാനമന്ത്രിയുടെ വീട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് ഇറങ്ങുന്നു. എന്നിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലുള്ള വസതിയിലുള്ള ഒരു കാറിൽ കയറുന്നു. എന്നിട്ട് അവിടെ നിന്നാണ് നിങ്ങൾ കയറി പോവുക. അപ്പോൾ ഏത് പ്രമുഖനായാലും അവിടെ നിന്ന് ഇറങ്ങണം. 2 പേർക്ക് മാത്രമേ അതിലൊരു അതിനകത്തൊരു ഇതുണ്ടായിരുന്നുള്ളൂ, ഒരു കൺസെഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ അദ്വാനിയാണ് സ്വാഭാവികമായിട്ടും. LK അദ്വാനി വാസ് ദി ഹോം മിനിസ്റ്റർ. അപ്പം വാജ്പേയിയുടെ വീട്ടിലേക്ക് അദ്വാനി പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നേരെ ഓപ്പൺ ചെയ്യും ഗേറ്റ്. എന്നിട്ട് അദ്വാനി അങ്ങ് കയറി പോകും വണ്ടി. പിന്നൊരാളെന്ന് പറയുന്നത് ജയലളിതയാണ്. ജയലളിത അവിടെ ഇറങ്ങിയിട്ടില്ല. ജയലളിത നേരെ കയറി അങ്ങ് പോവാണ്. കാരണം വെച്ചാൽ മോസ്റ്റ് പ്രോമിനൻറ്റ് സഖ്യകക്ഷിയാണ്. പക്ഷേ ബാബു, ഞാനതിനകത്ത് രസകരമായൊരു കാഴ്ച കണ്ടത്, ജയലളിത പിൻവലിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ആ കാര്യം പറയാനായിട്ട് വാജ്പേയിയുടെ അടുത്തേക്ക് വരുമ്പം ഗേറ്റിൻ്റെ അവിടെ ജയലളിതയെ തടഞ്ഞു. ജയലളിത അവിടെ ഇറങ്ങിയിട്ട് ജയലളിത ഫെറി എടുത്തില്ല, മറ്റേ കാർ എടുത്തില്ല. കാർ എടുക്കാതെ നടന്നു പോയിട്ട് പിന്തുണ പിൻവലിച്ചതായി പ്രഖ്യാപിച്ചിട്ട് തിരിച്ചും നടന്നു വന്നിട്ടാണ് ആ വണ്ടിയിൽ കയറി പോകുന്നത്. ഒക്കെ മനോഹരമായ ചില രാഷ്ട്രീയ മുഹൂർത്തങ്ങളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് മറക്കാൻ കഴിയാത്ത ചില എപ്പിസോഡുകളാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ കാർഗിൽ യുദ്ധം ഉണ്ടാകുന്നത്. യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ കേട്ടറിവ് മാത്രമല്ലേ ഉള്ളൂ, ആ സമയത്തൊക്കെ അല്ലെങ്കിൽ വായിച്ചുള്ള അറിവല്ലേ ഉള്ളൂ. അപ്പോഴാണ് കാർഗിലിൽ നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നു. ആ നുഴഞ്ഞുകയറ്റത്തിൻ്റെ സമയത്ത് ഞങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, ഇന്ത്യ തന്നെ ഈ ഞെട്ടിയിരിക്കുകയാണ്. അപ്പം ഈ ടെലിവിഷൻ ചാനലുകളെല്ലാം യുദ്ധഭൂമിയിലേക്ക് പോകുന്നു. ആദ്യമായി വാർ റിപ്പോർട്ടിംഗ് ടെലിവിഷൻ നടത്തുന്നു. ഇന്ത്യൻ ടെലിവിഷൻ ആദ്യമായിട്ട് വാർ റിപ്പോർട്ടിംഗ് നടത്തുന്നത് കാർഗിൽ യുദ്ധത്തിൻ്റെ സമയത്താണ്. അപ്പോഴാണ് ടെലിവിഷൻ വന്നു തുടങ്ങിയത്. ഗ്രാമങ്ങളിൽ നിന്ന് മനുഷ്യർ ഈ യുദ്ധം കാണുകയാണ്. അപ്പോൾ കേരളവും ഈ യുദ്ധം കാണുന്നതിന് അവസരം ഉണ്ടാക്കുന്നതിന് നമുക്ക് ആ വാർ റിപ്പോർട്ടിങ്ങിൽ കഴിഞ്ഞിരുന്നു. അന്നത്തെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്തായിരുന്നു? ഭയങ്കര രസമായിട്ടുള്ള കാര്യം വെച്ചാൽ,
അന്നെന്ന് വെച്ചാൽ ഈ ഡിഫൻസ് മിനിസ്ട്രിയിലാണ് ഇതിൻ്റെ ബ്രീഫിംഗ് നടക്കുക. വാർ സമയത്ത് ഒരു വാർ റൂം ബ്രീഫിംഗ് എന്ന് പറയുന്ന കാര്യമുണ്ട്, അത് ഓപ്പൺ ചെയ്യും. അപ്പോൾ അന്ന് വരുന്നതെന്ന് വെച്ചാൽ എയർഫോഴ്സിൻ്റെ ഒരാളുണ്ടാവും, പിന്നെ ആർമിയുടെ ഒരാളുണ്ടാവും, നേവിയുടെ ഒരാളുണ്ടാവും. വളരെ സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ് വന്നിരുന്നിട്ടാണ് ഈ മിലിറ്ററി ബ്രീഫിംഗ് നടത്തുന്നത്. അതിമനോഹരമായ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ഏറ്റവും നല്ല ഷാർപ്പായ ബ്രീഫിംഗ് ആണ് ഈ ബ്രീഫിംഗ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ വിദേശകാര്യ വക്താവ് ഉണ്ടാവും. 5 മണിക്കാണ് ബ്രീഫിംഗ്, ഷാർപ്പ് 5 മണിക്ക് തുടങ്ങും. 5:30 മണിക്ക് ബ്രീഫിംഗ് അവസാനിക്കുമെന്ന് പറഞ്ഞാൽ 5:30 മണിക്ക് ബ്രീഫിംഗ് അവസാനിച്ചിരിക്കും. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന 5:25 ആകുമ്പോൾ അവസാനത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ സമയത്ത് യഥാർത്ഥത്തിൽ ഈ ആർമിയുടെ ഈ സേനാ മേധാവികൾ നടത്തുന്ന വാർത്താ സമ്മേളനം എന്ന് പറയുന്നത് നിങ്ങളെ അഡ്രസ്സ് ചെയ്യല്ല ചെയ്യുന്നത്, നിങ്ങളുടെ ശത്രു രാജ്യത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ആ രീതിയിൽ വളരെ റെലവൻ്റായ വാക്കുകൾ ഏറ്റവും മനോഹരമായിട്ട് നല്ല ആധികാരികതയോട് പറയുന്ന ബ്രീഫിങ്ങിനെയാണ് ഈ വാർ ബ്രീഫിംഗ് എന്ന് പറയുന്നത്, വാർ റൂം ബ്രീഫിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിഫൻസ് മിനിസ്ട്രിയിലൊക്കെ ആ സമയത്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സോഴ്സുകളുണ്ട്, ഒരുപാട് മലയാളി ഉദ്യോഗസ്ഥരുള്ള സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഞാനൊരു ഘട്ടത്തിൽ അത് വിശദീകരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ വാർ റൂം ബ്രീഫിംഗ് നമ്മൾ ആദ്യമായി കാണുകയാണ്. ഡിഫൻസ് മിനിസ്ട്രിക്ക് അകത്താണ് ഈ ബ്രീഫിംഗ് നടക്കുന്നത്. ഇതൊക്കെ നമ്മളെപ്പോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കയറി പോകുന്ന, തുടക്കത്തിൽ തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില കാര്യങ്ങളാണെന്ന് പറയുന്നത്. അപ്പം കാർഗിൽ യുദ്ധം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു വലിയ സംഭവമാണ് ഈ കാൻഡഹാറിലേക്കുള്ള പ്ലെയിൻ ഹൈജാക്ക്. ബാബു, ഒരു ദിവസം വൈകുന്നേരം നമ്മൾ അറിയുകയാണ്, ഞങ്ങളൊക്കെ വെറുതെ പിന്നെ ഓഫീസിലിരിക്കുന്ന സമയത്താണ് ഒരു ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത അറിയുന്നത്. അപ്പോൾ ഹൈജാക്ക് ചെയ്യപ്പെടുക, റാഞ്ചി കൊണ്ടുപോകുക എന്നൊക്കെയുള്ള സംഭവം നമ്മൾ ആദ്യമായിട്ട് ജീവിതത്തിൽ കേൾക്കുകയാണ്. അതിപ്പോൾ നമ്മൾ ഇറങ്ങി റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞങ്ങളവിടെ പെട്ടെന്ന് തന്നെ പിന്നെ ഡിഫൻസ് മിനിസ്ട്രിയുടെ അങ്ങോട്ടേക്ക് എത്തുന്നു. അവിടെ അന്ന് ബ്രിജേഷ് മിശ്രയാണ് അന്ന് ഈ രാജ്യത്തിൻ്റെ സുരക്ഷാകാര്യ ഉപദേഷ്ടാവ്. അപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത് യെസ്, ഒരു വിമാനം റാഞ്ചി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അറിയുന്ന വാർത്ത എന്ന് പറയുന്നത് കാഠ്മണ്ഡുവിൽ നിന്നാണ് ഈ വിമാനം വരുന്നത്. ആ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെടുന്നു, അത് നേരെ അമൃത്സറിലെത്തുന്നു. അമൃത്സറിൽ വെച്ച് നമ്മളത് ആംബുഷ് ചെയ്യാൻ ആലോചിക്കുന്നു, ആംബുഷ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് അവർ കുറച്ച് ഇന്ധനം അടിച്ചിട്ട് നേരെ ദുബായിലേക്ക് പോകുന്നു. ദുബായിൽ അവർക്ക് ലാൻഡ് ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് പിന്നെ നേരെ ലാഹോറിലേക്ക് പോകുന്നു, ലാഹോറിൽ ഇറങ്ങാൻ കഴിയുന്നില്ല. വീണ്ടും ദുബായിൽ വന്ന് വീണ്ടും അപ്പോഴത്തേക്കും നമ്മൾ ദുബായുമായിട്ടൊരു പിന്നെ ഡിപ്ലോമാറ്റിക് ചർച്ച നടത്തിയിട്ട് ഇന്ധനം നിറയ്ക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടു. കാരണം വെച്ചാൽ ഈ ഇന്ത്യക്കാർ അതിനകത്തിരിക്കുകയാണ്, അപകടത്തിൽ പെട്ടുകൂടാ. അങ്ങനെ നമ്മൾ ദുബായിൽ നിന്ന് ഇവർ ഇന്ധനം നിറച്ച് നേരെ അഫ്ഗാനിസ്ഥാനിൽ പോകുന്നു, കാൻഡഹാറിൽ ലാൻഡ് ചെയ്യുന്നു. എന്നിട്ട് അവർ നമ്മളുമായിട്ട് പിന്നെ ഇത് തുടങ്ങി. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അഫ്ഗാനുമായിട്ട് അന്ന് താലിബാൻ ഭരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിപ്ലോമാറ്റിക് ചാനലില്ല. അപ്പോൾ നമുക്ക് ചർച്ചകൾ നടത്താൻ കഴിയാത്ത അവസ്ഥ. അവസാനം ഒരു വലിയ റാൻസമും അതുപോലെ തന്നെ 3-4 ആളുകളെ വിട്ടുവിടണം എന്ന് നമുക്ക് ആവശ്യപ്പെടുന്നു. അപ്പം ഇത് 2-3 ദിവസമായിട്ട് ഈ മനുഷ്യർ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എന്തായി സംഭവിക്കുന്നത്? 100-300 മനുഷ്യരുണ്ട് ഇതിനകത്ത്. അതിലൊരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഒരു റൂപൻ കട്യാൽ എന്ന് പറയുന്ന ഒരു ഹരിയാനക്കാരൻ. അയാളുടെ ഭാര്യയും കൂടി കാഠ്മണ്ഡുവിൽ ഹണിമൂണിന് പോയതാണ്. തിരിച്ചു വരുന്ന വഴിക്ക് ഈ ഫ്ലൈറ്റിൽ വെച്ചിട്ട് അയാൾ മാത്രമാണ് അതിനകത്ത് രക്തസാക്ഷി. ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടു. വളരെ ചെറിയൊരു പെൺകുട്ടി വിധവയായി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആകാംക്ഷയുടെ സമയമാണ് ഈ പറയുന്ന കാൻഡഹാറിലെ എന്ത് സംഭവിക്കും, അവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അറിയില്ല. അവസാനം ഇവിടെ നിന്ന് ഒരു തീരുമാനമൊക്കെ എടുത്ത് അവരെ ഈ പറയുന്ന അവർ പറഞ്ഞ ഭീകരവാദികളെ വിട്ടയക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മളൊരു ഫ്ലൈറ്റിൽ വിദേശകാര്യമന്ത്രി ജസ്വന്ത് സിംഗ്, ഇന്നത്തെ NSA ആയിട്ടുള്ള അജിത് ഡോവൽ, അവരൊക്കെ ചേർന്നിട്ടാണ് ഈ തീവ്രവാദികളുമായിട്ട് കാൻഡഹാറിൽ പോകുന്നു. അവിടെ എത്തി ഈ തീവ്രവാദികളെ വിട്ടുകൊടുക്കുന്നു, എന്നിട്ട് ഈ ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്നു. ഈ സിനിമയിലൊക്കെ പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ള പോലെ ആകാംക്ഷാഭരിതമായ സമയമാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത കാര്യം, അതൊരു പുതുവർഷ രാത്രിയായിരുന്നു. ഡിസംബർ 31. ഡിസംബർ 31 തീയതി രാത്രിയിൽ പാലം വിമാനത്താവളത്തിലേക്ക് ഈ പറയുന്ന ഹൈജാക്ക് ചെയ്യപ്പെട്ട മുഴുവൻ മനുഷ്യരുമായിട്ട് ഒരു എയർപ്ലെയിൻ ലാൻഡ് ചെയ്തു. ഓരോരുത്തരും ഇറങ്ങി വരും. ഇവരുടെ ബന്ധുക്കൾ മുഴുവൻ ഈ വിമാനത്താവളത്തിൽ തടിച്ചു കൂടി നിൽക്കുകയാണ്. തങ്ങളുടെ ബന്ധുക്കൾ അതിനകത്തുണ്ടോ എന്നറിയില്ല, ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഓരോരുത്തരും ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൃദയഭേദകമായ കാഴ്ചയുണ്ട്. കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ബഹളമാണ്. കാരണം മനുഷ്യരെ തിരിച്ചു കിട്ടിയിരിക്കാൻ ജീവനോടെ. ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ എന്ന് പറയുന്നത് ഈ വലിയ നിലവിളികളുടെ ഒരു സമയമായിരുന്നു ഡൽഹി എയർപോർട്ടിൽ. അക്ഷരാർത്ഥത്തിൽ നമ്മളൊക്കെ ഞെട്ടിപ്പോയ കാഴ്ചയായിരുന്നു. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ് എല്ലാവരും എലൈറ്റ് ചെയ്തു, പുറത്തു വന്നു, എല്ലാവരെയും കണ്ടു. അതിനുശേഷം പിന്നെ പൊട്ടിച്ചിരിയുടെയും ആഹ്ലാദത്തിൻ്റെയും ഒരു സമയമാണ്. ആ ഡിസംബർ 31 എന്ന് പറയുന്നുണ്ടല്ലോ, ആ രാത്രി എന്ന് പറയുന്നത് നമുക്ക് മറക്കാനാവാത്ത ഒരു രാത്രിയാണ്. അതൊക്കെ വളരെ മനോഹരമായ അനുഭവങ്ങളാണ്. ഒരർത്ഥത്തിൽ ആകാംക്ഷയുടെ അനുഭവങ്ങളാണ്, ദുഃഖത്തിൻ്റെ അനുഭവങ്ങളാണ്, വേദനയുടെയും ഒക്കെ അനുഭവങ്ങളാണ്. എങ്കിൽ കൂടിയും അതെല്ലാം ശുഭപര്യവസായിയായിരുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ പുതുവത്സരത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, മുമ്പ് ഇതുപോലൊരു പുതുവത്സര ദിനത്തിൽ താങ്കൾ ചെയ്തൊരു റിപ്പോർട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഇന്ന് പുതുവത്സര ദിനമാണ്, നിങ്ങളിലേക്കൊരു നല്ല വാർത്ത എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.
പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു കൂട്ടക്കൊലയെക്കുറിച്ചാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്കൾ നിഥാരി വധക്കേസിന്റെ റിപ്പോർട്ടിംഗ് നടത്തിയത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? എൻ്റെ ജേർണലിസം ജീവിതത്തിൽ എന്നെ എത്രയധികം വേദനിപ്പിച്ച വേറൊരു സംഭവമില്ല. ആരെയും വേദനിപ്പിക്കുക ആ സംഭവം. നിഥാരി കൂട്ടക്കൊല എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ നിഥാരി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. അവിടെ 1-2 കുട്ടികളെ തുടർച്ചയായിട്ട് മിസ് ചെയ്യുന്നു. കുട്ടികളെ മിസ് ചെയ്യുന്നു. കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ ചേരി പ്രദേശത്തെ കുട്ടികളാണ് ഈ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1-2 കേസുകൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരൊരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. അപ്പോൾ ഈ കുട്ടികൾ മിസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ആ സ്ഥലം ഒന്ന് പരിശോധിക്കാനായിട്ട് പോലീസ് തീരുമാനിക്കുന്നു. ആ പ്രദേശം പരിശോധിക്കുമ്പം അവിടുത്തെ ചില ഓടകളിൽ നിന്ന് അസ്ഥികൂടങ്ങൾ കിട്ടും. അപ്പം അതിൻ്റെ ഫോറൻസിക് പരിശോധനയിൽ അതൊക്കെ കുട്ടികളുടേതാണ്. ആ അന്വേഷണം ഒരു വീട്ടിലേക്കാണ് കടന്നു ചെല്ലുന്നത്. ആ വീട്ടിൽ ഒരാൾ പുറത്തിറങ്ങി ഈ കുട്ടികൾ, ഈ ചേരിയിൽ നിന്നുള്ള കുട്ടികൾ പോകുമ്പം അവർക്ക് മിഠായിയൊക്കെ കൊടുക്കും. അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടാക്കും. എന്നിട്ട് അവരെ വീട്ടിലേക്ക് വിളിക്കും. എന്നിട്ട് ആ വീട്ടിൽ വെച്ചിട്ട് അവരെ സെക്ഷുവലി അബ്യൂസ് ചെയ്യും. അതിനുശേഷം അവരെ കൊല്ലും. ആ വീട് പരിശോധിച്ചപ്പോൾ ബാബു, അതിൻ്റെ വാട്ടർ ടാങ്കിൽ വരെ കുട്ടികളുടെ മൃതദേഹങ്ങളുണ്ടായിരുന്നു. 10-20 കുട്ടികൾ അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ചേരികളിലെ കുട്ടികളായതുകൊണ്ട് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല. അവർ ചിലപ്പോൾ മിസ്സിങ് ആകും, സ്വാഭാവികമായി മിസ്സിങ് ആകും. അവരൊക്കെ ഓടിപ്പോവും. ചിലപ്പോൾ ഡൽഹിയിലേക്കൊക്കെ ഓടി വന്ന് എവിടെയെങ്കിലുമൊക്കെ പണിയെടുക്കും. അപ്പോൾ ഇത് അവിടുത്തെ ഒരു സ്വാഭാവിക കാര്യമായതുകൊണ്ട് ആരും അന്വേഷിച്ചില്ല. പക്ഷേ ചിലർ ഈ കാര്യത്തിൻ്റെ പിന്നാലെ പോയതുകൊണ്ടാണ് ഈ അന്വേഷണം ഈ വീട്ടിലേക്ക് എത്തുകയും ഈ കുട്ടികളുടെ അസ്ഥികൂടങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തത്. അത് റിപ്പോർട്ട് ചെയ്തത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമാണ്. 10-20 പിഞ്ച് കുഞ്ഞുങ്ങളാണ് സെക്ഷുവലി അബ്യൂസ്ഡായി മർഡേർഡ് എന്ന് മാത്രമല്ല, അതിൻ്റെ ഈ അസ്ഥികൂടങ്ങൾ വെച്ചുകൊണ്ടൊരു മനുഷ്യൻ ഒരു വീട്ടിൽ ജീവിക്കുകയാണ്. ആ അസ്ഥികൂടങ്ങൾക്കിടയിൽ, ഡെഡ് ബോഡികൾക്കിടയിൽ ഒരു മനുഷ്യൻ ജീവിക്കുകയാണ്. എന്തൊരു ഹൃദയഭേദകമായ സാഹചര്യമാണ്. ചില സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അതും ഒരു പുതുവർഷ സമയമായിരുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, സാധാരണ പുതുവർഷം എന്ന് പറയുന്നത് നല്ല വാർത്തകൾ സംഭവിക്കുന്ന, നല്ല വാർത്തകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആശംസിക്കുന്ന തന്നെ നല്ലൊരു വർഷം ഉണ്ടാവട്ടെ, നല്ല വാർത്തകൾ ഉണ്ടാവട്ടെ എന്നൊക്കെയല്ലേ പറയുന്നത്. ആ സമയത്താണ് ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വരുന്നത്, പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയേണ്ടി വരുന്നത് ഏറ്റവും ദുഃഖകരമായൊരു വാർത്തയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. മികച്ച ഇന്റർവ്യൂവർക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ് താങ്കൾ. താങ്കളുടെ അഭിപ്രായത്തിൽ ഒരു ഇന്റർവ്യൂവിന് വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ 2010 ഡൽഹിയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്ത് ന്യൂസ് ഡെസ്കിലേക്ക് വരുന്നത്. ആ സമയത്തൊരു പ്രോഗ്രാം ചെയ്യണം, അത് ഒരു ഇൻ്റർവ്യൂ പ്രോഗ്രാം ആയാൽ നന്നായിരിക്കും എന്നുള്ളൊരു ആലോചന വന്നു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിങ്ങനെ ആലോചിച്ചപ്പം പോയിന്റ് ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. അത് കൗതുകരമായിട്ടുള്ള കാര്യം, അതിൻ്റെ ടൈറ്റിൽ പോയിന്റ് ബ്ലാങ്ക് എന്നുള്ള ടൈറ്റിൽ ഇടുന്ന TN ഗോകുമാറാണ്. ഞാനും TNG ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ഒരു നല്ല ടൈറ്റിൽ വേണമല്ലോ, ആ പ്രോഗ്രാമിനൊരു പേര് വേണമല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം TNG ഇങ്ങനെ പറയുന്നു, ഇപ്പം നീ ഇങ്ങനെ ആളുകളെ വളരെ ഷാർപ്പായിട്ട് പോയിന്റ് ബ്ലാങ്കിലിരുത്തി ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണല്ലോ ഈ പരിപാടിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, TNG നമുക്ക് ടൈറ്റിലായി, അത് പോയിന്റ് ബ്ലാങ്ക് എന്നാണ് എന്ന് പറഞ്ഞു. ആ ടൈറ്റിൽ എന്നെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അതാണ് അടുത്തതായിട്ട് ഞാൻ ഈ ടൈറ്റിലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നതും എല്ലാ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം അതാണ്. പോയിന്റ് ബ്ലാങ്ക് എന്നുള്ള പേര് എന്നെ അങ്ങ് വല്ലാണ്ട് സ്വാധീനിച്ചു. അപ്പം ഐ ഷുഡ് ബി വെരി ഷാർപ്പ്. പിന്നെ ഞാൻ ഭയങ്കര ഗൗരവക്കാരനായിരിക്കണം. ഈ ടൈറ്റിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ വളരെ ഒരു ഷാർപ്പ് ഷൂട്ടർ ആയിരിക്കണം എന്ന് നിങ്ങളോട് പറയുന്നൊരു ടൈറ്റിലാണ്. അപ്പോൾ അതെടുത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഇൻ്റർവ്യൂ ആരംഭിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് വരുന്ന ആളുകളെ തകർക്കുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. അപ്പോൾ അതിന് ഞാൻ പ്രിപ്പയർഡാണ്. ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴേ നിങ്ങൾ പരമാവധി ഹോംവർക്ക് ചെയ്യണം എന്നുള്ളതിനകത്ത് ഒരു സംശയവും വേണ്ട കേട്ടോ. ഞാനതൊരു ചെസ്സ് കളി പോലെയാണ് കാണുന്നത്. ചെസ്സിലെ മൂവ്മെൻറ്റ് നടത്തുമ്പം ഞാനൊരു മൂവ് ചെയ്താൽ ബാബുവാണ് എൻ്റെ ഓപ്പോസിറ്റ് കളിക്കാനിരിക്കുന്നതെങ്കിൽ ബാബു നടത്തുന്ന ഒരു 10 മൂവ്മെൻറ്റിൻ്റെ സാധ്യതകളെങ്കിലും ഞാൻ കാണണം എന്നുള്ളതാണ് ചെസ്സിൻ്റെ ഒരു നിയമം. ഞാൻ വെറുതെ ഒരു പോണങ്ങ് നീക്കിയാൽ പോരാ. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പോണിങ്ങോട്ട് നീക്കും, അപ്പം ഞാൻ മറ്റൊന്ന് നീക്കും. ഇങ്ങനെയല്ലല്ലോ ചെസ്സ് കളിക്കുന്നത്. അപ്പോൾ വളരെ ഗംഭീര കളിക്കാരൊക്കെ, ഇപ്പോൾ കാസ്പറോവ് അല്ലെങ്കിൽ ആനന്ദൊക്കെ 40 മൂവൊക്കെ കാണും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മൂവി അവർ ചെയ്യുമ്പം 40 മൂവ് നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടത്തും എന്ന് അവർ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇൻ്റർവ്യൂവിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുമ്പം അതിന് വരാവുന്ന മറുപടികൾ ചുരുങ്ങിയതൊരു 4-5 എണ്ണമെങ്കിലും നിങ്ങൾ പറഞ്ഞു വെക്കണം ആദ്യം, എന്നിട്ടേ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകാവുള്ളൂ. അപ്പോൾ 4-5 ഉത്തരങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഉത്തരവായിരിക്കും നിങ്ങൾക്കെതിരെ ഇരിക്കുന്ന ആൾ പറയുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ചെയ്യേണ്ട ഒരു ഹോംവർക്കാണ്. രണ്ടാമത്തെ കാര്യം ഈ പേരാണ്. ഈ പോയിന്റ് ബ്ലാങ്ക് എന്ന് പറയുന്ന പേര് എന്നെ അപകടത്തിൽ ചാടിച്ചു. എന്ത് പറ്റിയെന്ന് വെച്ചാൽ, എനിക്ക് മുമ്പിൽ വന്നിരിക്കുന്ന അതിഥി എൻ്റെ ശത്രുവാണെന്നും അയാളെ ഞാൻ ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിക്കുമെന്നും
എൻ്റെ ചോദ്യങ്ങൾ കൊണ്ട് അയാൾ മുട്ടുമടക്കണമെന്നും ഞാനങ്ങ് തീരുമാനിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ അറ്റാക്കിംഗ് ആണ്. വന്നിരിക്കുന്ന ആളോട് വളരെ ഷാർപ്പായിട്ട് ആദ്യത്തെ ചോദ്യം തന്നെ അങ്ങ് ചോദിക്കുന്നു. ഇങ്ങനെ ഒരു അപ്രോച്ച് വന്നാലുള്ള പ്രശ്നം, അയാൾ ഒട്ടും തന്നെ സഹകരിക്കണമെന്നില്ല. മാത്രമല്ല, നിങ്ങളോട് അയാൾക്കൊരു സൗഹൃദവുമില്ല. അയാൾ വളരെ പെട്ടെന്ന് അയാളെ തകർക്കാനായിട്ട് നിങ്ങൾ ഒരു നീക്കം നടത്തുമെന്ന് മനസ്സിലാക്കുകയും നിങ്ങളോട് സഹകരിക്കേണ്ട എന്നോ ഒരു സൗഹൃദത്തിൽ പോകണ്ട എന്നോ തീരുമാനിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ആ ഇൻ്റർവ്യൂ പൊളിഞ്ഞു പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ഗസ്റ്റിനെ ഏറ്റവും സൗഹൃദത്തോടുകൂടി കാണുക. അയാൾക്ക് കംഫർട്ടബിളായി സംസാരിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ആദ്യം ഉണ്ടാക്കുക. അതിനുശേഷം ആസ്ക് ഹിം ദി അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻ. സോ മേക്ക് യുവർ ഗസ്റ്റ് കംഫർട്ടബിൾ ഫസ്റ്റ് ടു ആസ്ക് അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. മറ്റൊന്ന്, നിങ്ങളുടെ മുമ്പിലിരിക്കുന്നയാളെ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അയാളൊരു വളരെ കഴിവുള്ള ആളാണ്, നിങ്ങളെക്കാൾ കഴിവുള്ള ആളാണ്. അതുകൊണ്ടാണ് അയാൾ നിങ്ങളുടെ അതിഥിയായി അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അയാളെ റെസ്പെക്റ്റ് ചെയ്യുക. അയാളുടെ കഴിവിനെ ഒട്ടും തന്നെ കുറച്ച് കാണാതിരിക്കുക. അയാളോട് ഏറ്റവും സൗഹൃദമായിട്ട് ഇടപെടുക. നിങ്ങളൊരു ഗൗരവക്കാരനായി ഒന്നും ഇരിക്കേണ്ട ഒരു ഇൻ്റർവ്യൂവിൽ. എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധമാണ്. തുടക്കത്തിലെ ഇൻ്റർവ്യൂവിൽ ശ്രദ്ധിച്ചാൽ ഈ വലിച്ചു കെട്ടിയ മുഖവുമായിട്ടിരിക്കും. അങ്ങനെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ നമുക്ക് കാര്യങ്ങൾ ചോദിക്കാവുന്നതേ ഉള്ളൂ. ഈ അഭിമുഖങ്ങളുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. നരേന്ദ്രമോദി ഒന്നും അല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. വളരെ കൗതുകരമായൊരു അനുഭവമാണ്. 1999 മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നരേന്ദ്രമോദിക്ക് അന്ന് BJPയുടെ ചാർജ്. മോഡി അന്ന് ഡൽഹി ബേസ്ഡ് ആണ്. ഞാനന്ന് ഡൽഹിയിൽ നിന്ന് മധ്യപ്രദേശ് ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ വരികയാണ്. അന്ന് മോദി BJPയുടെ ജനറൽ സെക്രട്ടറിയാണ്. മോഡി അന്ന് BJPയുടെ ആസ്ഥാനത്ത് വക്താവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ഞാൻ മധ്യപ്രദേശിൽ വെച്ചിട്ട് മോഡിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. മോഡിയായിട്ട് എനിക്ക് ഡൽഹിയിൽ നിന്ന് പരിചയമുണ്ട്. അങ്ങനെ മധ്യപ്രദേശിലും BJPയുടെ ഓഫീസിൽ ഞാൻ ഭോപ്പാലിലെ ഓഫീസിൽ ചെന്നു. അപ്പോൾ മോഡിയായിട്ട് ഇൻ്റർവ്യൂവിൻ്റെ സമയം ഫിക്സ് ചെയ്തു. വൈകിട്ട് 4 മണിക്ക് തീരുമാനിച്ചു. അങ്ങനെ ഞാനും ക്യാമറമാനും കൂടി മോഡിയെ കാണാൻ ചെന്നു. 4 മണിയായപ്പോഴത്തേക്കും കറക്റ്റാണ്, ഷാർപ്പാണ് മോഡി. 4 മണിക്ക് വന്നു, ഇരുന്നു. നല്ല സൗഹൃദത്തോടുകൂടിയൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് മോഡി പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കാം, ബിക്കോസ് യു ആർ കമ്മിങ് ഫ്രം കേരള. അപ്പം ഹിന്ദിയേക്കാളും എളുപ്പത്തിൽ ഇംഗ്ലീഷിലായിരിക്കും സംസാരിക്കാൻ. അപ്പോൾ അങ്ങനെ മോഡി അങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങി. മോഡിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയില്ല. ആ സമയത്ത് നല്ല ഇംഗ്ലീഷ് അല്ല അദ്ദേഹത്തിൻ്റെ. പക്ഷേ അദ്ദേഹം അതിനകത്ത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇൻ്റർവ്യൂ അത് മോശമാകും. കാരണം അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഈ ഭാഷാ പരിമിതി കൊണ്ട് പിന്നെ അദ്ദേഹത്തിന് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇടയ്ക്ക് ഇൻ്റർവ്യൂവിൽ വെച്ച് പറഞ്ഞു, നമുക്ക് ഹിന്ദിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും താങ്കൾ, അത് ഹിന്ദി മലയാളികൾക്ക് മനസ്സിലാവുകയും ചെയ്യും എന്ന്. അപ്പോൾ അയാൾ ഹിന്ദിയിലേക്ക് സ്വിച്ച് ഓവർ ചെയ്തു. വളരെ രസകരമായിട്ട് ആ ഇൻ്റർവ്യൂ അവസാനിച്ചു. ഞാൻ എൻ്റെ ഈ മാധ്യമ പ്രവർത്തന ജീവിതത്തിലെ ഒരു വ്യക്തിയുടെ വളർച്ച കണ്ടിട്ടുള്ളത് മോഡിയിലാണ്. മോഡിയെ ഞാൻ കാണുമ്പം നരേന്ദ്രമോദി BJPയുടെ ജനറൽ സെക്രട്ടറിയാണ് ഡൽഹിയിൽ. 3-4 പ്രധാനപ്പെട്ട ആളുകൾ ഡൽഹി ഓഫീസിൽ അന്നുണ്ട്. വെങ്കയ്യ നായിഡു ഉണ്ട്, ജനാകൃഷ്ണമൂർത്തിയുണ്ട്, മോഡിയുണ്ട്, നരേന്ദ്രമോദിയുണ്ട്. ഇപ്പം ഞങ്ങൾ എന്തെങ്കിലും ഒരു ബൈറ്റ് എടുക്കാൻ ചെല്ലുമ്പം ആദ്യത്തെ ഞങ്ങളുടെ ചോയ്സ് ജനാകൃഷ്ണമൂർത്തിയാണ്. കാരണം ഹീ ഈസ് ഫ്രം തമിഴ്നാടു, ഏഷ്യാനെറ്റുമായിട്ട് നല്ല ബന്ധം. അപ്പോൾ അതുകൊണ്ട് ജനാകൃഷ്ണമൂർത്തിയുടെ ബൈറ്റ് എടുക്കും. ഇപ്പം ജനാകൃഷ്ണമൂർത്തി ഇല്ല എങ്കിൽ പിന്നെ വെങ്കയ്യ നായിഡു ആണ് ഞങ്ങളുടെ ഓപ്ഷൻ. കാരണം വെങ്കയ്യ നായിഡു ആന്ധ്രാപ്രദേശുകാരനാണ്, സൗത്ത് ഇന്ത്യനാണ്, ഏഷ്യാനെറ്റുമായിട്ട് നല്ല ബന്ധമാണ്. ഹി നോസ് ഏഷ്യാനെറ്റ് വെരി വെൽ. അപ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് സംസാരിക്കാൻ കഴിയും. ഈ രണ്ടുപേരും ഇല്ലെങ്കിലേ നരേന്ദ്രമോദിയെ നമ്മൾ കാണുകയുള്ളൂ. അപ്പോൾ ഈ രണ്ടുപേരും ഇല്ലാത്ത സമയത്ത് മോഡിയുടെ മുറിയിലോട്ട് ചെല്ലുമ്പോൾ മോഡി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓ ദോനോ നെഹിയന എന്നാണ് ചോദിക്കുന്നത്. ആ രണ്ടുപേരും അവിടെ ഇല്ലല്ലേ എന്നാണ്. ഹൗ ഷാർപ്പ് ഹീസ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയാൻ കാരണം എന്താ വെച്ചാൽ, മോഡിയെ ഈ മധ്യപ്രദേശിലെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഡൽഹിയിൽ നിന്ന് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം ഇംഗ്ലീഷിൽ ബൈറ്റ് തരുന്നുണ്ട്. അന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അഭി മേര അംഗ്രേസി കൈസേ ഹേ, ഇപ്പം എൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. അതാണ് മോഡി എന്ന് വെച്ചാൽ, ഇത്രയധികം ആളുകളെ ഓർമ്മയുണ്ട്, നിശ്ചയദാർഢ്യമുണ്ട്. ആ രീതിയിലൊക്കെ മോഡിയുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ മോഡി എന്ന വ്യക്തിയെ 1998 മുതൽ ഞാൻ കാണുന്നുണ്ട്. 2000 മോഡി ഗുജറാത്തിലേക്ക് മുഖ്യമന്ത്രിയായി എത്തുന്നവരെ മോഡിയെ നമുക്ക് അടുത്തറിയാം. പിന്നീട് മോഡിയെ പ്ലാൻ ചെയ്യുന്നതും മോഡിയെ അവതരിപ്പിക്കുന്നതും നോക്കൂ. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മോഡി എതിരായിരിക്കുന്നത്? മോഡി ഇത്ര മീഡിയ ഫ്രണ്ട്ലി ആയിരുന്നു നിങ്ങൾക്കറിയാവോ? എനി ടൈം യു ക്യാൻ അപ്രോച്ച് ചെയ്യും. വളരെ ആക്സസിബിൾ ആയിരുന്നു മാധ്യമങ്ങളോട് വളരെ സൗഹൃദമുള്ള ആളായിരുന്നു. പക്ഷേ ഗുജറാത്ത് കലാപത്തിന് ശേഷം മോഡിയെ ഒരു വലിയ വില്ലനായിട്ട് മാധ്യമങ്ങൾ ചിത്രീകരിച്ചു. അങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് മോദി മാധ്യമങ്ങൾക്കെതിരായി. പിന്നെ മാധ്യമങ്ങളില്ലാതെയാണ് മോഡിയുടെ മുഴുവൻ വളർച്ചയും ഉണ്ടായിട്ടുള്ളത്. 2014 മോഡി പ്രധാനമന്ത്രിയാകുമ്പോൾ മോഡിക്ക് ഒരു മാധ്യമത്തിൻ്റെയും പിന്തുണയില്ല. അങ്ങനൊരു മാധ്യമത്തെ പിന്നെ മോഡി എന്തിനാണ് പരിഗണിക്കേണ്ടത്? അതുകൊണ്ടാണ് മോഡിയുടെ മാധ്യമത്തിനോടുള്ള അപ്രോച്ച് അങ്ങനെയാണ്. നിങ്ങളില്ലാതെയാണ് ഞാൻ ഇവിടം വരെ
എത്തിയിട്ടുള്ളത്, പിന്നെ നിങ്ങളുടെ ഒരു സഹായം എനിക്കിനി തുടർന്നും വേണ്ട എന്നുള്ളതാണ്. മറ്റൊരു സമാനമായ ഉദാഹരണമുണ്ട്. ഇത് തെറ്റിദ്ധരിക്കരുത് കേട്ടോ, തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യരുത്. 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് ഒരു മാധ്യമ പരിലാളനയും കിട്ടാതെയാണ് കേട്ടോ. എന്ന് മാത്രമല്ല, കേരളത്തിൽ മാധ്യമങ്ങൾ വില്ലനായി ചിത്രീകരിച്ച ആളാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ ഒരു മാധ്യമ പരിലാളനയും ലഭിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, പിണറായി വിജയനെ വലിയൊരു നികൃഷ്ടജീവിയായി അവതരിപ്പിക്കുന്നതിൽ മത്സരിക്കുകയായിരുന്നു മാധ്യമങ്ങൾ. 2016 കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് മാധ്യമങ്ങളോടൊരു കടപ്പാടും മുഖ്യമന്ത്രിക്കില്ലെന്നേ, പിണറായി വിജയൻ ഇല്ലെന്നേ. അതുകൊണ്ട് മാധ്യമങ്ങളോട് ധാർഷ്ട്യത്തോടുകൂടി തന്നെ പിണറായി വിജയൻ പെരുമാറുമെന്നൊരു യാഥാർത്ഥ്യവും കൂടിയുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ ഇന്റർവ്യൂ അനുഭവങ്ങൾ ഈ രീതിയിലൊക്കെ നല്ല രസകരമായിട്ട് വന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ വ്യാപകമായിട്ട് ഡിസ്ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലമാണെന്ന്. ഇപ്പം മാധ്യമപ്രവർത്തകൻ എന്നത് മാപ്ര എന്നൊക്കെ കളിയാക്കി വിളിക്കുന്ന കാലം കൂടിയാണ്. ഇങ്ങനെ ഒരു കാലത്ത് ലെഗസി മീഡിയ എങ്ങനെയാണ് അതിന്റെ ഒരു ക്രെഡിബിലിറ്റി നിലനിർത്തുന്നത്? എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു അത്ഭുതകരമായ കാര്യം, മലയാളത്തിലെ ടെലിവിഷൻ ചാനലിലെ സ്വകാര്യ ടെലിവിഷൻ ചാനലിന്റെ തുടക്കകാലത്തുണ്ടായിരുന്ന ഒരാളാണല്ലോ ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് ടെലിവിഷൻ അപ്രസക്തമായ ഒരു കാലഘട്ടത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഒരു കരിയർ തുടങ്ങിയത് എവിടെയാണോ ആ കരിയർ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമം ഇറലവൻ്റായി പോകുക. അത് ശരിക്കും അനുഭവിച്ചൊരു തലമുറയിൽപ്പെട്ട ആളാണ് ഞാൻ. 96 ഞങ്ങൾ അഭിമാനത്തോടുകൂടി ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മാധ്യമപ്രവർത്തകരായിരുന്നു. അന്ന് ബാബു സൂചിപ്പിച്ചതുപോലെ മാധ്യമപ്രവർത്തകർക്ക് സമൂഹത്തിൽ അന്തസ്സുള്ള കാലഘട്ടം കൂടിയാണ് കേട്ടോ. അത് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. ഏറ്റവും ഖേദകരമായ കാര്യം, നമ്മളൊക്കെ ഈ കരിയർ അവസാനിപ്പിക്കുമ്പോൾ മാപ്ര എന്ന ഒരു വിളിയിലേക്ക് ഈ ഒരു മേഖലയെ എത്തിച്ചു എന്നുള്ളതാണ്. എത്തിക്കുന്നതിൽ രണ്ടു കൂട്ടർക്ക് പങ്കുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് നിശ്ചയമായും പങ്കുണ്ട്. അത് മാധ്യമപ്രവർത്തകർ സ്വയം വിമർശനപരമായിട്ട് കാണണം. രണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിനും ആ രീതിയിൽ പങ്കുണ്ട്. നോക്കൂ, 2011 ഉമ്മൻചാണ്ടി സർക്കാർ 2016 തുടർഭരണം ഉണ്ടാകുമെന്ന് വിചാരിച്ച സർക്കാരാണ് കേട്ടോ. അവസാനത്തെ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് പോലും അവർക്ക് അനുകൂലമായി വന്നു. 2016 ശരിക്കും പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ 2015 കാലഘട്ടത്തിലൊക്കെ ഒരു പ്രതീക്ഷയില്ലെന്നേ ഇടതുപക്ഷത്തിന് തിരിച്ചു വരുമെന്ന്. കാരണം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഈ ജനസമ്പർക്ക പരിപാടിയൊക്കെ അങ്ങോട്ട് ഹിറ്റായിട്ട് ഉമ്മൻചാണ്ടി ബിക്കെയിം വെരി പോപ്പുലർ ലീഡർ. തുടർഭരണം ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. അന്ന് ഈ ഉമ്മൻചാണ്ടി സർക്കാരിനെ കേരളത്തിൽ ഇല്ലാതാക്കിയത് ഇടതുപക്ഷമല്ല, മാധ്യമങ്ങളാണ്. രണ്ട് വാർത്തകളാണ്, ഒന്ന് ബാർക്കോഴ, മറ്റൊന്ന് സോളാർ കേസ്. ഞാനിപ്പോഴും പറയുവേ, ഈ 2016 ഇടതുപക്ഷത്തിന് വലിയ വിജയം സമ്മാനിച്ചതിനകത്ത് വലിയ റോൾ വഹിച്ചത് മാധ്യമങ്ങളാണ്. അന്ന് ബാബുവിന് ഓർമ്മയുണ്ടാവുമല്ലോ, എല്ലാ ദിവസവും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാർക്കോഴയും അതുപോലെ തന്നെ സോളാർ കേസുമാണ്. ഉമ്മൻചാണ്ടി വലിയ രീതിയിൽ എതിരായി മാധ്യമങ്ങൾക്ക്. നമുക്ക് ഈ PRDയുടെ പരസ്യം വരും, അതൊരു വലിയ പരസ്യമാണ്, വലിയ വരുമാനമാണ്. സർക്കാരിൻ്റെ പരസ്യം കിട്ടാതായി. ഇനി തന്ന പരസ്യത്തിന് തന്നെ പൈസ പിടിച്ചു വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ രീതിയിലൊക്കെയുള്ള ചില പീഡനങ്ങളൊക്കെ ഉണ്ടായി ആ കാലഘട്ടത്തിൽ. പക്ഷേ മാധ്യമങ്ങൾ ഒരു വലിയ റോൾ വഹിച്ചു. ഞാൻ ഇന്നും ഇടതുപക്ഷത്തോട് പറയുന്ന 2016 വിജയം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കി കൊടുത്തത് യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളാണ്. ഇപ്പോൾ അവർ വലിയ രീതിയിൽ മാധ്യമങ്ങൾക്കെതിരാണ്. കാരണം അവർ കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന സർക്കാരിനെതിരായിട്ട് ആണ് മാധ്യമ പ്രവർത്തനം നടക്കുക എന്നേ. അപ്പോൾ ആ രീതിയിൽ അവർ ഓഡിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ ഈ മാപ്രകളാക്കുന്നതിനകത്ത് സത്യത്തിൽ ഇടതുപക്ഷത്തിനും വലിയ റോളുണ്ട്. അതൊരു വളരെ ഗൗരവതരമായ വിഷയമാണ്. ഇടതുപക്ഷം അത് പരിശോധിക്കണം. കാരണം ചില രാജ്യത്ത് മാധ്യമങ്ങൾ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫോഴ്സ് വലിയ രീതിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയും എല്ലാ മാധ്യമങ്ങളെയും പിടിച്ചടക്കാനും മാധ്യമങ്ങളെ വരുതിയിൽ നിർത്താനും ശ്രമിക്കുന്ന ഫാസിസത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകർക്കുന്ന ഒന്നിനും ഇടതുപക്ഷം കൂട്ടു നിൽക്കരുത്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കോൺഗ്രസും കൂട്ടത്തിൽ നിൽക്കരുത്. എന്നാൽ അവരാണ് ഇത് പയനിയർ ചെയ്യുന്നത്. അവർ മാധ്യമങ്ങളെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ നിലനിൽപ്പ് തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. പിന്നെ മാധ്യമ പ്രവർത്തകർ, അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി മാധ്യമ പ്രവർത്തകർ ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിനകത്ത് അപജയം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ട്രസ്റ്റ് വർത്തി അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിച്ചിട്ടും കാര്യമല്ല. ഇഫ് എ ഡോക്ടർ ഈസ് നോട്ട് ട്രസ്റ്റ് വർത്തി, യു വിൽ നോട്ട് ഗോ ദെയർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് മാധ്യമ പ്രവർത്തനവും. ഒരു മേസ്ത്രിയെ നിങ്ങൾ വിളിച്ചിട്ട് അയാൾ നല്ല പണിക്കാരൻ അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത ദിവസം അയാൾക്ക് തൊഴിൽ കൊടുക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ജോലിയാണ് മാധ്യമ പ്രവർത്തനം. അവിടെ മറ്റേതു മേഖലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാധ്യമ പ്രവർത്തന മേഖലയിലാണ് വിശ്വാസ്യത എന്ന് പറയുന്നത് വളരെ പ്രധാനമായിരിക്കുന്നത്. ആ വിശ്വാസ്യതയിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നാൽ പിന്നെ നിങ്ങളെ ഒരു നിമിഷം വെച്ചു ഉറപ്പിക്കത്തില്ല ഈ പൊതുസമൂഹം. കാരണം നിങ്ങളെ അത്രയധികം അവർ വിശ്വസിക്കുന്നുണ്ടെന്നേ. ആ വിശ്വസിക്കുന്ന നിങ്ങൾ ഏതെങ്കിലും നിലവാരത്തിൽ അതിനൊരു ദോഷം വരുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോടുള്ള ഏതാച്ചാൽ നമ്മളെപ്പോഴും പറയത്തില്ലേ, ഈ അടുത്ത സുഹൃത്തുക്കൾ അകന്നാൽ പിന്നെ ഏറ്റവും വലിയ ശത്രുക്കളായിരിക്കും എന്ന് പറയുന്നത് പോലെയാണ് മാധ്യമപ്രവർത്തകർ സമൂഹമായിട്ടൊരു പൊക്കിൾക്കടി ബന്ധമുണ്ട്. നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ ഈ വാർത്ത കാണാനിരിക്കുന്നത്, നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ ഈ വാർത്താ ദിനപത്രം വായിക്കുന്നത്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ ശത്രു നിങ്ങളാണ്, ഒരു സംശയവും വേണ്ട. ആ രീതിയിൽ ഒരു ഡീജനറേഷൻ
മാധ്യമ പ്രവർത്തനത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന് ഈ സ്പീഡ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പലപ്പോഴും മത്സരം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നോക്കൂ, 10 ആളുകൾ മരിക്കുന്ന സ്ഥലത്ത് 20 ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യൂവർഷിപ്പ് കൂടുന്നുണ്ട്. അതിനകത്ത് ഭാഗികമായി വ്യൂവേഴ്സിനും ഒരു ഉത്തരവാദിത്വമുണ്ട്, ഞാനത് പറയാം. പക്ഷേ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു വാർത്ത കൺഫേം ചെയ്തിട്ട് മാത്രമേ അത് കൊടുക്കൂ എന്നുള്ള ഒരു നിലപാടുണ്ടാകണം. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ച, ഞാനൊരു മരണം തെറ്റായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മരണം തെറ്റായി റിപ്പോർട്ട് ചെയ്തു. അത് ഏറ്റവും പ്രോമിനൻ്റായ ഒരു മലയാളിയുടെ മരണമാണ് ഞാൻ തെറ്റായി റിപ്പോർട്ട് ചെയ്തത്. അത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ്റെ മരണമാണ്. ഞാൻ ഡൽഹിയിലുള്ളപ്പം KR നാരായണൻ മിലിറ്ററി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ്. അപ്പം ഞാനത് KR നാരായണനാണല്ലോ, സ്വാഭാവികമായിട്ടും എനിക്ക് KR നാരായണനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു കേട്ടോ. KR നാരായണൻ എന്ന രാഷ്ട്രപതിയുമായിട്ട് രാഷ്ട്രപതി ഭവനിലെ ഈ പറയുന്ന മുഗൾ ഗാർഡനിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒറ്റയ്ക്ക് ഒരു കുടക്കീഴിൽ ഉലാത്താൻ പറ്റുന്ന സ്വാതന്ത്ര്യമുള്ള ബന്ധം എനിക്ക് നാരായണനുമായിട്ടുണ്ടായിരുന്നു. രാഷ്ട്രപതി ഭവൻ എന്ന് പറയുന്നത് നമുക്കൊരു വീട് പോലെയായിരുന്നു. അത്ര കെയറിങ് ആയിരുന്നു നാരായണൻ എന്നോടൊക്കെ. കാരണം വെച്ചാൽ ഏഷ്യാനെറ്റിനോട് വലിയ ഇഷ്ടമായിരുന്നു. ആ വാർത്തകളെ അദ്ദേഹം കാണുമായിരുന്നു. അതുകൊണ്ട് KR നാരായണനുമായിട്ടൊരു വ്യക്തിബന്ധം സൂക്ഷിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് KR നാരായണൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ആകാംക്ഷയുണ്ട്. അപ്പം ഞാൻ എല്ലാ ദിവസവും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം നാരായണൻ മരിച്ചതായിട്ടൊരു ഒരു റൂമർ വരുന്നു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാൻ മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. അപ്പോൾ അവിടുത്തെ PRO, ഞാൻ നിരന്തരം വിളിക്കുന്നതാണ്, PRO പറയുന്നു നോ കമൻസ് എന്ന് പറയുന്നു. ഞാൻ ഈ നോ കമൻസ് എന്ന് ഇങ്ങനൊരു അപകടം ഉണ്ടായോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നോ കമൻസ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ, നോ എന്നങ്ങ് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ യെസ്, 2 ആൻസറേ ഉള്ളൂ. നോ കമൻസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ആശയക്കുഴപ്പമുണ്ടായി. ഞാനങ്ങ് സ്ഥിരീകരിച്ചു, നാരായണൻ മരിച്ചു എന്ന് സ്ഥിരീകരിച്ചു. ഇത് ഏതാണ്ട് ഉച്ച സമയത്താണ്. ഇമ്മീഡിയറ്റ്ലി വാർത്ത ബ്രേക്ക് ചെയ്യുന്നു, KR നാരായണനാണ് മരിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ആളാണ്, ഏറ്റവും വലിയ മലയാളിയാണ്. കേരളത്തിൽ വലിയ വാർത്തയായി. അങ്ങനെ ആളുകൾ അനുശോചന സന്ദേശം, നമ്മളെങ്ങ് വിശ്വസിക്കുകയാണല്ലോ, അനുശോചന സന്ദേശം വരുന്നു, ആളുകൾ അവരുടെ ബന്ധങ്ങൾ പറയുന്നു. ഈ രീതിയിൽ കാര്യങ്ങൾ വാർത്ത ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അപ്പം മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്നൊരു കമ്മ്യൂണിക്കെ ഉണ്ടാവും, മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അസ്തമിച്ചു, കഴിഞ്ഞു, നമ്മുടെ കരിയർ കഴിഞ്ഞു. ഞങ്ങൾ മാപ്പ് പറഞ്ഞു, വന്നിട്ട് ഇങ്ങനൊരു വാർത്ത തെറ്റായി പറഞ്ഞതിനകത്ത് ഖേദിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് വൈകുന്നേരം 5:30 KR നാരായണൻ അന്തരിച്ചു. യഥാർത്ഥത്തിൽ ഞാൻ വിളിച്ചു ചോദിക്കുമ്പോൾ KR നാരായണൻ മരിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എൻ്റെ ഒരു അറിവില്ലായ്മയുടെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഒരു രാഷ്ട്രപതി മരിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് അത് അനൗൺസ് ചെയ്യുക. പ്രധാനമന്ത്രി ഉണ്ടാവണം, പ്രധാനപ്പെട്ട രാഷ്ട്ര നേതാക്കളെയൊക്കെ അറിയിക്കണം, അതിനുള്ള മറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തണം. അപ്പോൾ അതിനകത്തൊരു ദുഃഖാചരണം ഉണ്ടാകും. ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചതിന് ശേഷമേ ഔദ്യോഗികമായിട്ട് ഇത് പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി ഈ ഡെത്ത് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അന്ന് വൈകുന്നേരം ഇത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അന്ന് വൈകുന്നേരം KR നാരായണൻ മരിക്കുന്നില്ല എന്ന് വിചാരിക്കാം, പിന്നെ എനിക്കൊരു കരിയറും ഇല്ല കേട്ടോ. കാരണം വെച്ചാൽ പിന്നെ ഇപ്പോൾ ആൾക്കൊരു സംശയത്തിൻ്റെ ഒരു ആനുകൂല്യം എനിക്ക് കിട്ടി. കാരണം മൂപ്പര് പറഞ്ഞ സമയത്ത് തന്നെ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട്. മരണത്തിൽ ബ്രേക്കിംഗ് ന്യൂസ് ഇല്ല ബാബു, മരണത്തിലൊന്നും ബ്രേക്കിംഗ് ന്യൂസ് ഇല്ല. മരണം സ്ഥിരീകരിക്കണം. ഈ രീതിയിൽ നമ്മുടെ സ്പീഡിന് വേണ്ടിയിട്ട്, നമ്മുടെ മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വരുത്തി വെച്ചിട്ടുള്ള വീഴ്ചകൾ, അതിലൊരു ഭാഗമാണ് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്. വരുത്തി വെച്ചിട്ടുള്ള വീഴ്ചകൾ നമ്മുടെ വിശ്വാസ്യതയെ ബാധിച്ചിട്ടുണ്ട്. കോർപ്പറേറ്റ് വൽക്കരണം മാധ്യമങ്ങളുടെ വിശ്വാസ്യതയ്ക്ക് എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? കോർപ്പറേറ്റ് മീഡിയ രാഷ്ട്രീയത്തിൽ അതിശക്തമായിട്ട് ഇടപെട്ട് തുടങ്ങിയത് ഒരു സംശയം എനിക്കില്ല നരേന്ദ്രമോദിയുടെ ഭരണത്തിന് ശേഷമാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയുന്ന ആളാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ രാഷ്ട്രീയം പറയും. രാഷ്ട്രീയം എന്ന് പറയുന്നത് CPM അല്ല, രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ് അല്ല, രാഷ്ട്രീയം എന്ന് പറയുന്നത് BJP അല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ഗുജറാത്ത് കലാപം ഉണ്ടായാൽ BJPക്കെതിരെ നിലപാടെടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനെ ഞാൻ. TP ചന്ദ്രശേഖരൻ കൊലപാതകം ഉണ്ടായാൽ നിങ്ങൾ നിലപാടെടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനെ ഞാൻ. എന്നും ഞാൻ എഴുന്നേറ്റ് CPMന് അനുകൂലമായി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്നെ റിജക്ട് ചെയ്യും. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് യുവർ വ്യൂവർ ബിക്കോസ് ഹി ഓർ ഷീ ഈസ് ഇന്റലിജന്റ് ദാൻ യു. അങ്ങനെയാണെങ്കിലുണ്ടല്ലോ, യു വിൽ ബി റെസ്പെക്റ്റഡ്, യു വിൽ ബി റെക്കഗ്നൈസ്ഡ്, യു വിൽ ബി അപ്രീഷിയേറ്റഡ്, യു വിൽ ബി റെസ്പെക്റ്റഡ്. നിങ്ങൾ ഒരാളും മാപ്ര എന്ന് വിളിക്കില്ല. ഞാൻ ഈ ഭക്ഷണം കഴിച്ചത്, ഞാൻ നല്ല വസ്ത്രമിട്ടത്, നല്ല യാത്രകൾ ചെയ്തതൊക്കെ ഈ പറയുന്ന ഈ തൊഴിലുകൊണ്ടാണ്. അപ്പം അതിൻ്റെ വലിയ നന്ദിയുണ്ട് എനിക്ക്.